ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. സാർ എന്നെ ഇൻട്രൊഡ്യൂസ് സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം. സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബേസിക്കലി ഞാൻ എക്കണോമിക്സ് ഫീൽഡിലാണ്. എക്കണോമിക്സിൽ തന്നെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ് പോലെയുള്ള സബ്ജക്റ്റുകളാണ് ഈ ഫോക്കസിങ്. കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതർ മേഖലകളിൽ ട്രെയിനിങ്, കോച്ചിങ് മേഖലയിലൊക്കെ. നമ്മളിപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ 2024 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷനാണ് 741 കാറ്റഗറി പ്രകാരം വന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റാണ്. ഇവിടെ ഡിഗ്രി ബേസ്ഡ് ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് എല്ലാ ഡിഗ്രിക്കാർക്കും അല്ലാതെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആരൊക്കെയാണ്. പ്രധാനമായിട്ടും 4 സബ്ജക്റ്റുകളിൽ നിന്നാണ് വരുന്നത്. ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഹെഡ് ക്വാർട്ടറിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും അതർ ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ വരുന്ന ഒരു പോസ്റ്റ്. അതിന്റെ സ്കെയിൽ വരുന്നത് 31,100 മുതൽ 66,800 സ്റ്റാർട്ടിങ്. 31,100 പ്ലസ് DA സമ്മതർ ഉണ്ടാവും. ഇപ്പൊ അതിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് 39 കാറ്റഗറി നമ്പറായിട്ട് 2020 നോട്ടിഫിക്കേഷൻ വിളിച്ച് നിലവിൽ 2023 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായിട്ട് 14 ജില്ലകളിലും ലിസ്റ്റ് വരികയും ആ ലിസ്റ്റ് ഇപ്പൊ 2 വർഷം പൂർത്തിയാകും. ഇനി 1 വർഷം കൂടി അതിന് വാലിഡിറ്റി ഉണ്ടാവും. 2026 വരെ വാലിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് നിങ്ങളുടെ എക്സാമിന്റെ ലിസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വാലിഡിറ്റി. അപ്പോൾ ആ ലിസ്റ്റിന്റെ ഒരു നിലവിലുള്ള സിറ്റുവേഷൻ എന്താണ്, ആ ലിസ്റ്റിൻ്റെതായ ഗുണം എന്താണ്, ദോഷം എന്താണ്, നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം അതിലേക്ക് പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങണമെങ്കിൽ. കഴിഞ്ഞ വേക്കൻസി, കഴിഞ്ഞ കാറ്റഗറി അല്ലെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാ ജില്ലകളിലും വേക്കൻസി ഉണ്ടായിരുന്നു. വളരെ ചെറിയ രീതിയിൽ 1, 2, 15, 16 അങ്ങനെ പല രീതിയിലായിട്ട് വേക്കൻസികളെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നിലവിലെ സിറ്റുവേഷനിൽ വേക്കൻസികൾ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ വന്ന ഒരു പ്രൊമോഷന്റെ ഫലമായിട്ട് വന്ന 10 വേക്കൻസികളും മറ്റു ചില ജില്ലകളിൽ റിസൈൻ ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ചെറിയ വേക്കൻസികളുണ്ട്. അതിപ്പോൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യുന്ന ഇത് എടുക്കാൻ ആവശ്യമായിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു 10, 11 അല്ലെങ്കിൽ ഈ ലിസ്റ്റ് കഴിയുന്നത് വരെ ഉയർന്നു വരുന്ന വേക്കൻസികളൊക്കെ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് തന്നെ പോകാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് 2026 ശേഷം ആ ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന വേക്കൻസിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉപകാരപ്പെടുന്നത്. കഴിഞ്ഞ ലിസ്റ്റിന്റെ ആ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് നിലവിൽ വരുന്ന ആ ദിവസം 2023 എല്ലാ ജില്ലയിലും കുഴപ്പമില്ലാത്ത 10ലധികം വേക്കൻസികൾ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലൊക്കെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് തന്നെ 30 ചില്ലറ അപ്പോയിന്റ്മെന്റ് പോയിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ ഒരൊറ്റ പോസ്റ്റാണ് തൃശ്ശൂർ ജില്ലയിൽ കാണിച്ചതെങ്കിൽ പോലും നല്ല നിയമനം നടന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന പോസ്റ്റുകളിലേക്കാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ. നിലവിൽ ഇതിന് പോസ്റ്റ് ഇല്ല. നമുക്ക് പ്രതീക്ഷിക്കാം 3 വർഷം 2026 മുതൽ 2029 വരെയുള്ള 3 വർഷത്തിൽ ഉണ്ടാകുന്ന അപ്പോയിന്റ്മെന്റുകൾ വരുന്ന വേക്കൻസികൾ നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നന്നായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കാം. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഇക്കണോമിക്സ്, BA എക്കണോമിക്സ്, അപ്ലൈഡ് എക്കണോമിക്സ്, ഇക്കണോമെട്രിക്സ് ഇങ്ങനെ പോലെയുള്ള സബ്ജക്റ്റുകൾ ഇക്കണോമിക്സിന് ഈക്വലന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. കൊമേഴ്സ് ആവണം, BCom ആവണം. BCom CA ആണെങ്കിലും BCom കോർപ്പറേഷൻ ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ വേണം. ഒരു പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേരിൽ തന്നെ ആ പേപ്പർ നിങ്ങളുടെ ഫൈനൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അത് കാണിച്ചാൽ നമുക്ക്. അതല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ സ്റ്റാറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത് അവർ അംഗീകരിക്കും. അതാണ് നോർമൽ കേസിലുള്ള ക്വാളിഫിക്കേഷൻ. ഇനി നിലവിലെ നമ്മളൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഹിസ്റ്ററി ഒന്നും മനസ്സിലാക്കിയിരിക്കും. നിലവിൽ വേക്കൻസി ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല 2025 വരാൻ പോകുന്ന വേക്കൻസികളിൽ ഭൂരിപക്ഷം ജില്ലകളിലേക്കും ആ വേക്കൻസി പുതിയ ലിസ്റ്റിൽ നിന്ന് ഉണ്ടാവില്ല, പഴയ ലിസ്റ്റിൽ തന്നെ ആയിരിക്കും. അതിൽ കണ്ണൂർ ജില്ലാ ലിസ്റ്റിന്റെ പ്രത്യേകത, കണ്ണൂർ ജില്ലാ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 40 പേരാണ്. സപ്ലിമെന്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലുമായിട്ട് 46ഓളം പേരെ നിയമനം കഴിഞ്ഞു. ഇനി ആ മെയിൻ ലിസ്റ്റിൽ ആകെ ഒരു 4 പേർക്ക് കൂടെ അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ലിസ്റ്റ് അവിടെ ക്യാൻസൽ ആയി പോകും. അങ്ങനെ ക്യാൻസൽ ആയി പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന ലിസ്റ്റുകൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഒരുപക്ഷെ അവിടെ പെൻഡിങ് കിടന്ന് നിങ്ങളുടെ ലിസ്റ്റിന് അത് ഉപകാരപ്പെടാൻ സാധ്യതയാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന എക്സാം 100 മാർക്കിനാണ് എക്സാം. ആ 100 മാർക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം അതിലേക്ക് എത്താം. സിലബസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റഫായിട്ട് പറയാം. മാത്സ് സൈഡിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് നിന്ന് 20 ക്വസ്റ്റ്യൻ, ഇക്കണോമിക്സ് ഭാഗത്ത് നിന്ന് 20 ക്വസ്റ്റ്യൻ, കൊമേഴ്സിൽ നിന്ന്, അക്കൗണ്ടൻസിയിൽ നിന്നും ബിസിനസ് സ്റ്റഡീസിലും ഉൾക്കൊള്ളുന്ന 20 ക്വസ്റ്റ്യൻ, അതർ ഏരിയാസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കേരള നയൻസൻസ് ഒക്കെ വരുന്ന 20 ക്വസ്റ്റ്യൻ. അങ്ങനെ 100 ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ
അത് മാറി 25 എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലേക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കൊക്കെ അതിന്റെ വെയിറ്റേജ് മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ചില എക്സാമുകളിൽ, റിസർച്ച് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമുകളിലൊക്കെ അങ്ങനെ ഒരു മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതും നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു സാധ്യത മുൻകൂട്ടി കാണേണ്ടതുണ്ട്. എങ്കിലും മാത്സ്, സ്റ്റാറ്റ്, ഇക്കണോമിക്സും കൊമേഴ്സും എന്തായാലും ആ ബൈനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ഏകദേശം അത് പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇനി അങ്ങനെ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് ജില്ലാടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വലിയ കട്ട് ഓഫ് വന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം വളരെ 5 സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ 4 സബ്ജക്റ്റുകളിൽ നിന്ന് ചോദിക്കുമ്പോൾ കട്ട് ഓഫിന്റെ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക്സ് പഠിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ മേഖലയിൽ എഫിഷ്യന്റ് ആയിരിക്കും. ഒരു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് കൊമേഴ്സ്, മാത്സ്, എക്കണോമിക്സ് പഠിച്ചൊരു കുട്ടിയോട് 20 മാർക്കിന്റെ കൊമേഴ്സ് ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ, അക്കൗണ്ടൻസി ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അങ്ങനെ ഡൈവേഴ്സിഫൈഡ് സബ്ജക്ട് ആയപ്പോൾ അതിന്റെ ഫലമായിട്ട് എല്ലാ സബ്ജക്റ്റിലും എഫിഷ്യൻസി ഉള്ളവരുടെ എണ്ണം വളരെ കുറവാകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കട്ട് ഓഫുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് കട്ട് ഓഫുകൾ പഴയ കാലഘട്ടത്തിലൊക്കെ കുറഞ്ഞു തന്നെയാണ് വരുന്നത്. ഒരുപക്ഷെ ഈ വർഷങ്ങളിൽ അപ്ലിക്കൻസിന്റെ എണ്ണം കൂടുന്നതിന്റെ ഫലമായിട്ട് കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. മാത്രമല്ല PSCയുടെ പാറ്റേണിൽ വന്ന ഒരു ചേഞ്ച്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെ ഫലമായിട്ട് ഒരുപക്ഷെ വീണ്ടും കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയും കാണും. എങ്ങനെയാണെങ്കിൽ നമ്മൾ സിലബസ് കവർ ചെയ്യുക പുതിയ മെത്തേഡ് പ്രകാരം, അത് ഏത് മെത്തേഡ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള മെത്തേഡ് പ്രകാരം അതിന് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് ഇതിന്റെ അപ്പോയിന്റ്മെന്റ്? ഞാൻ അതിന്റെ ശേഷം ഓരോ ജില്ലയിലേക്കും വരാം. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് ഒന്ന് നിങ്ങൾ ജില്ലാടിസ്ഥാനത്തിലാണ് ഇതിന്റെ എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് ഓഫീസ് ഉണ്ട്. ജില്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് ഓഫീസ് ഉണ്ട്. അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടോ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആയിട്ടോ ഗ്രേഡ് 2 ആയിട്ടോ നിയമനം കിട്ടും. അതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ട്, അത് തിരുവനന്തപുരത്താണ്. ഹെഡ് ക്വാർട്ടറിലേക്കുള്ള നിയമനം തിരുവനന്തപുരം ലിസ്റ്റിൽ നിന്നല്ല, എല്ലാ ജില്ലാ ലിസ്റ്റിൽ നിന്നും അതിന്റെ ടേൺ അനുസരിച്ച് ഒരു ജില്ലക്ക് കൊടുക്കും, അടുത്ത ജില്ലക്ക് കൊടുക്കും. അതിന്റെ സ്പെഷ്യൽ ഒരു ടേൺ ഉണ്ട്. ആ ടേൺ അനുസരിച്ച് ജില്ലാ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ഹെഡ് ക്വാർട്ടറിലേക്കുള്ള നിയമനവും നടക്കുന്നത്. അതുപോലെ ജില്ലയിലെ താലൂക്ക് ഓഫീസുകളിലേക്കും താലൂക്ക് ലെവലിൽ നടക്കുന്ന താലൂക്ക് ഓഫീസിലേക്കല്ല, താലൂക്ക് ലെവലിലുള്ള എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലേക്ക് നിയമനം നടക്കും. ഇതൊന്നും കൂടാതെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോസ്റ്റുകളുണ്ട്. അതിലെ ചില ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാറ്റിസ്റ്റിക്കുള്ള പോസ്റ്റുകൾ ഈ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ SC ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലെ ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റിലേക്കുള്ള നിയമനവും ഈ ലിസ്റ്റിൽ നിന്നാണ് നടക്കുക. നമ്മുടെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെയായിരിക്കും. ഇതാണ് നമ്മുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ വരുന്ന വാക്കൻസികളിലേക്കാണ് നിയമനം നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വാക്കൻസി അറേസ് ചെയ്ത് വരുന്നത്? അത് പ്രത്യേകം മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ നിന്ന് ചില ജില്ലക്ക് നല്ല ഫേവറായിട്ട് കിട്ടും, ചില ജില്ലകൾക്ക് വലിയ കാര്യമായിട്ട് കിട്ടില്ല. പാലക്കാട് ജില്ല പോലെയുള്ള ജില്ലകൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പ്രൊമോഷൻ ലിസ്റ്റിലും ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു 40 പ്രൊമോഷൻ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ ഫലമായിട്ട് അറേസ് ചെയ്യുന്ന ലിസ്റ്റ് വേക്കൻസി ഒക്കെ പാലക്കാട് ജില്ലക്ക് പോകും. അപ്പൊ കഴിഞ്ഞ 12 പ്രൊമോഷൻ കഴിഞ്ഞ മാസം നടന്നു. അതിന്റെ ഫലമായിട്ട് അറേസ് ചെയ്ത 12 ഒഴിവുകളിൽ ഭൂരിപക്ഷ ഒഴിവുകളും തൃശ്ശൂർ ജില്ലക്കാണ് കിട്ടിയിരിക്കുന്നത്. 8 ഒഴിവുകളും തൃശ്ശൂർ ജില്ലക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പോസ്റ്റ് അറേസ് ചെയ്ത് വരുന്നതിനനുസരിച്ചാണ് വേക്കൻസികളുടെ ജില്ലകളിലേക്ക് വരുന്നതിന്റെ ഒരു സാധ്യത. അതിൽ പ്രൊമോഷനാണ്. നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഗ്രേഡ് 2-ലാണ്. അപ്പൊ ഗ്രേഡ് 2-ൽ ജോയിൻ ചെയ്ത ആളുകൾ ഗ്രേഡ് 1-ലേക്ക് പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് ആ വരുന്ന വേക്കൻസികൾ റിട്ടയർമെന്റ് നടക്കുന്നു, എന്നിട്ട് പ്രൊമോഷൻ സ്റ്റേറ്റ് നടക്കുന്നു. ആ പ്രൊമോഷന്റെ ഫലമായിട്ട് ഗ്രേഡ് 1-ൽ വരുന്ന വേക്കൻസികൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ടതെന്ന് നിലക്കാൾ അറിയേണ്ട കാര്യം, ഗ്രേഡ് 1-ന്റെ ലിസ്റ്റ് വരിക ഡിസ്ട്രിക്റ്റിലാണെങ്കിലും നിയമനം നടന്നു കഴിഞ്ഞാൽ അതിന്റെ സീനിയോറിറ്റി സ്റ്റേറ്റ് വൈഡാണ്. സ്റ്റേറ്റ് വൈഡ് സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്ന് ഇങ്ങനെ നിയമനങ്ങളുടെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ആ പ്രൊമോഷൻ കിട്ടിയ ആൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയിലേക്കാണ് ആ വേക്കൻസികൾ വരിക. അപ്പോൾ ഈ ചില സമയങ്ങളിലൊക്കെ ഒരുമിച്ചായിരിക്കും ഒരു ജില്ലയിൽ നിന്ന് 30 പേരൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രൊമോഷൻ ലിസ്റ്റ് വരുമ്പോൾ ആ 30 പേർക്കോ 25 പേർക്കോ ആയിരിക്കും ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടുക. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് വളരെ കൂടുതലായിട്ട് ആ ജില്ലയിലേക്ക് നീങ്ങും. അങ്ങനെ ഒരു നമ്മൾ പറയാവുന്ന സ്റ്റാറ്റിസ്റ്റിക്കിലൊക്കെ പറയുന്നുണ്ടല്ലോ, സ്ക്യൂനസ് പോലെയുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യത. അങ്ങനെയാണ് ചില ഇതിന് കിട്ടുന്നത്. പിന്നെ കിട്ടുന്ന ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ റിസൈൻ ചെയ്യുമ്പോഴാണ്. അത് പൊതുവെ കുറച്ച് കൂടുതലാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, കൊമേഴ്സ് പോലെ PG കഴിഞ്ഞ പലരും ആയിരിക്കും പോസ്റ്റിലേക്ക് കയറുക. അവർ HSST ലിസ്റ്റിലും HSA ലിസ്റ്റിലും
റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, UPSA പോലെയുള്ള ലിസ്റ്റുകളിലേക്കും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഓഫീസർ എന്ന് പറഞ്ഞ വേറെ ചില പോസ്റ്റുകളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ ലിസ്റ്റിലുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് അതിലേക്ക് റിലീവ് ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സും നടക്കുന്നുണ്ട്. പിന്നെ വെരി റയറായിട്ട് ഇതേ പോസ്റ്റിൽ നിന്ന് റിട്ടയർമെന്റ് നടക്കും. അപ്പൊ രണ്ട് മേഖലയിൽ നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും പ്രതീക്ഷിക്കണം. വേക്കൻസി ഇപ്പൊ നമ്മുടെ പ്രൊമോഷൻ ലിസ്റ്റിൽ കുറെ ആളുകൾ ഈ അടുത്ത ഇനി വരാൻ പോകുന്ന ലിസ്റ്റ് വേറെ ജില്ലക്കാരാണെന്ന് വിചാരിച്ച് മലപ്പുറം പോലെയുള്ള ജില്ലക്കാരാണുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ കുറവാണ് ഇനി പ്രൊമോഷൻ ലിസ്റ്റ് വരാനുള്ളത്. അത് വിചാരിച്ച കാര്യമല്ല. കാരണം തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ സീനിയർ കയറിയിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരു പക്ഷേ റിലീവ് ചെയ്യാനും റിസൈൻ ചെയ്യാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് എല്ലാ ജില്ലകളിലേക്കും ഏറെക്കുറെ സെയിം തന്നെയാണ്. പക്ഷെ ചില കാസ്റ്റുകൾക്ക് ചില ജില്ലകളിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ലിസ്റ്റിൽ ഈഴവ കാസ്റ്റ് ഒന്നും കാര്യമായ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും മുസ്ലിം സൊസൈറ്റി കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ സപ്ലിമെന്ററി ലിസ്റ്റ് 2ലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ 1-2 ജില്ലകളിലൊക്കെ ചില ലിസ്റ്റുകളുടെ നമുക്ക് PSCയുടെ സൈറ്റിൽ നോക്കി കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ധീവര സമുദായത്തിനൊക്കെ മലപ്പുറം ജില്ലയിൽ കുറച്ച് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽ വരുന്നു, എവിടെയാണ് അത്തരത്തിലുള്ള ആളുകളുടെ പ്രാതിനിധ്യം കുറവുള്ളത്, എവിടെ നിന്നാണ് സാധ്യതകളുള്ളത് നോക്കിയിട്ടൊക്കെ വേണം നമുക്ക് പോസ്റ്റുകൾ കൊടുക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കാം. കഴിഞ്ഞ വർഷം ഒരു പോസ്റ്റ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിലെ പല ആളുകളും കൂടുതൽ പോസ്റ്റുള്ള കാസർഗോഡൊക്കെ പോയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ കാസർഗോഡൊക്കെ നടന്ന നിയമനങ്ങൾ വളരെ കുറവാണ്. അപ്പൊ ഞാൻ ആ നിയമനങ്ങളിലേക്ക് വരാം. നിയമനങ്ങൾ കാണിക്കുമ്പോൾ പ്രധാനമായിട്ടും കൂടുതൽ നിയമനം നടന്നിരിക്കുന്നത് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ്. അറൌണ്ട് 50. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ 45 ആളുകളെ നിയമിച്ചു. 3 കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 ഇനി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഏകദേശം 50ന്റെ മുകളിലായിട്ടുണ്ട്. ഇനി ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരു 4, 5, 6, 7 ഒക്കെ എക്സ്പെക്റ്റും ചെയ്യാം. അപ്പൊ ഇങ്ങനെയായാലും ഒരു 60ന്റെ അടുത്തേക്കൊക്കെ ഇതൊക്കെ നടക്കാൻ സാധ്യത, കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇനി HSST നിയമനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷേ HSST ലിസ്റ്റിലേക്കൊക്കെ അവർ പോകാൻ സാധ്യതയുണ്ട്. BS അതുപോലെ HSA മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകളുടെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ പാലക്കാട് ജില്ലയിലാണ് കറന്റിൽ ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ് നടന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ പ്രത്യേകത, കണ്ണൂർ ജില്ലയിൽ 40 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. 46 പേർക്ക് ഇപ്പൊ മെയിൻ ലിസ്റ്റിൽ നിന്നും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ആയിട്ട് നിയമനം കിട്ടിയിട്ടുണ്ട്. ഇനി 4 പേർക്കോ 5 പേർക്കോ ആ ലിസ്റ്റിൽ നിന്ന് കിട്ടാനുള്ളൂ. ആ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിക്ക് വാലിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് ആ ലിസ്റ്റ് അവിടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ലിസ്റ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ റൈസ് ചെയ്ത് വരുന്ന ലിസ്റ്റ് വേക്കൻസി ഒക്കെ അവിടെ കിടന്ന് അടുത്ത ലിസ്റ്റിൽ നിന്നാണ് നിയമനങ്ങൾ കിട്ടുക. പിന്നെ തെക്കൻ ജില്ലകളിൽ പൊതുവെ അപ്പോയിന്റ്മെന്റുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി തിരുവനന്തപുരം, കൊല്ലത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് പത്തനംതിട്ട, ആലപ്പുഴ ഭാഗങ്ങളിൽ, കോട്ടയം, ഇടുക്കി ഭാഗങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ രീതിയിലുള്ള നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇനി അത് നമുക്കൊരു അപ്ലിക്കേഷൻസിന്റെ നമ്പർ നോക്കിയാലും അറിയാം. ഇവിടെ തന്നെ ഈ പറഞ്ഞ ലിസ്റ്റുകളിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഈ മലപ്പുറം ജില്ലയിൽ 8170 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 89 പേരുടെ 8170 പേര് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ട്. 89 പേരുടെ ലിസ്റ്റാണ് വന്നത്. അതിൽ 51 പേരുടെ മെയിൻ ലിസ്റ്റ് ഇട്ട് അതിന് സപ്ലി ലിസ്റ്റ് ഉണ്ടാവും, അതിനനുസരിച്ച് ഉണ്ടാവും, അത് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇനി ഞാൻ പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ 3000 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കമ്പാരിറ്റീവ്ലി അവിടെ മറ്റുള്ള ജില്ല വെച്ച് നോക്കുമ്പോൾ കുറവാണ്. 40 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടത്. മെയിൻ ലിസ്റ്റിൽ നിന്ന് ഏകദേശം 35ഓളം പേരും പിന്നെ സപ്ലി ലിസ്റ്റും ഒക്കെ ആയിട്ട് 46ഓളം പേര് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. 2 ജില്ലകളിലെ അപ്ലിക്കൻസിന്റെ ലിസ്റ്റ് ഡീറ്റെയിൽസ് അവിടെ PSC സൈറ്റിൽ അവൈലബിൾ അല്ല. അപ്പോ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും മെയിൻ ലിസ്റ്റുകളുടെ ഏകദേശം 100 താഴെ തന്നെ ഉള്ളൂ. 100 മുകളിൽ വന്നത് ആകെ പാലക്കാട് ജില്ല മാത്രമാണ്. ബാക്കിയൊക്കെ 50, 55, 60, 65 ആ ലെവലിലുള്ള ഒരു മെയിൻ ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയും അഡ്വൈസ് കിട്ടിയതുപോലെ അടുത്ത ലിസ്റ്റിൽ കിട്ടുമെന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പില്ല. കാരണം ഈ ലിസ്റ്റ് വരുന്ന സമയത്ത് തന്നെ കുറെ വേക്കൻസി ഉള്ളത് കൊണ്ട് കുറച്ച് പെട്ടെന്ന് കയറിപ്പോയതാണ്. പക്ഷെ എങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് എക്സ്പെക്ട് ചെയ്യാം. റിട്ടയർമെന്റുകൾ കൂടുതൽ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള ലിസ്റ്റിൽ കയറിയ കുറെ പേര് ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ കയറിയതാണ്. ഇവർ കുറച്ചു പേരൊക്കെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. ഇവരൊക്കെ യങ്ങാണ്, പല കയറിയ ആളുകൾ യങ്ങാണ്. അവരൊക്കെ അതർ ലിസ്റ്റുകളിൽ ഓൾറെഡി ഉള്ള ആളുകളാണ്. ഓരോ ജില്ലയിലും തൃശ്ശൂർ ജില്ലയിൽ തന്നെ 4-5 ആളുകൾ ഓൾറെഡി റിലീവ് ചെയ്ത് കഴിഞ്ഞു. പല അവസരങ്ങൾ കിട്ടിയിട്ട് ഒരാൾ റിലീവ് ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല സിറ്റുവേഷൻസ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ഇത്ര തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോവാം. പിന്നെ ടെക്നിക്കലായിട്ട് ഗവൺമെന്റിന്റെ തീരുമാനത്തിനനുസരിച്ച് പല മാറ്റങ്ങൾക്കും ഉണ്ടാവാനും സാധ്യത അവിടെ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഇടയ്ക്ക് വെച്ചിട്ടൊരു ലാഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓർഡറിന്റെ ഫലമായിട്ട് കുറച്ചു കാലമൊക്കെ ചില പ്രൊജക്ടുകളിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഫ്രീസ് ചെയ്തിട്ട് തിരിച്ച് അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ഇതാണ് ജനറൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. കട്ട് ഓഫ് പൊതുവെ ഒരു 20, 22, 24, 25, 30 വരെയൊക്കെയുള്ള ഒരു ലെവലാണ് വരുന്നത്. 19 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫീസുകൾ ഞാൻ സൂചിപ്പിച്ചു. വേക്കൻസികൾ എങ്ങനെയാണ് റൈസ് ചെയ്ത് വരുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ചില ജില്ലകളിലേക്ക് പെട്ടെന്ന് ഇത് പോകുന്നത്. അപ്പൊ ഇപ്രാവശ്യം ബെനിഫിറ്റ് കിട്ടിയ ജില്ലകൾക്ക് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കൂടുതൽ ബെനിഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. ഇനി നമുക്ക് സിലബസിന്റെ കാര്യത്തിൽ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് സിലബസിന്റെ ഭാഗത്തേക്ക് നീങ്ങാം. സർ, കാസർഗോഡ് പറഞ്ഞോളൂ. കാസർഗോഡ് ജില്ലയുടെ എങ്ങനെയാണ്
ഇത് 47 അപ്പോയിന്റ്മെന്റ്? പേരാണ് മെയിൻ 47 പേരിലാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 28 പേരുടെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. പക്ഷേ ഓക്കെ നോട്ടിഫിക്കേഷൻ സമയത്ത് വളരെ ഒഴിവ് കാണിച്ചൊരു ജില്ലയായിരുന്നു കാസർഗോഡ്. പക്ഷെ പിന്നീട് അത്ര അവിടെ വന്നിട്ടില്ല മറ്റു ജില്ലകൾ പോലെ. വന്നിട്ടില്ല അല്ല, ഞങ്ങൾ ഈ ഡിസ്ട്രിക്ട് കൊടുക്കുമ്പോ ഇപ്പൊ കൺഫ്യൂസിങ് ആണ് ശരിക്കും. പക്ഷെ നമുക്ക് ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് കാണുമ്പോൾ മറ്റൊരു ആംഗിളിൽ നോക്കുമ്പോൾ ഇതുണ്ട്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് കയറി വരുന്നത് പറഞ്ഞത്. ആ 2 ഫാക്ടറാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, നമ്മളുടെ ഇനി വരാൻ പോകുന്ന പ്രൊമോഷൻസ് ലിസ്റ്റിലുള്ള ആളുകൾ ഏത് ജില്ലയിൽപ്പെട്ട ആളുകളാണെന്നുള്ളത് ഒന്ന്. ഓക്കെ അത് റിട്ടയർമെന്റ് അനുസരിച്ചാണ്. പിന്നെ ഓക്കെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് കയറി കഴിഞ്ഞ ആളുകൾ വേറെ ലിസ്റ്റുകളിൽ ഉണ്ടോ ഇല്ല എന്നുള്ള അനുസരിച്ചാണല്ലോ. അപ്പൊ ഈ ഓക്കെ കൂടുതൽ കയറിയ ആളുകൾ സ്വാഭാവികമായിട്ടും അവര് പുതിയ ആവുമ്പോൾ ഈ ലാസ്റ്റ് ചാൻസുള്ള ടീമാണെങ്കിൽ കിട്ടുന്നില്ല, അവിടെ ഉണ്ടാവും. ഓക്കെ പക്ഷെ പൊതുവെ ഒക്കെ മറ്റുള്ള ലിസ്റ്റുകളിലുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സുകാരൊക്കെ വേറെ വേറെ ലിസ്റ്റുകളിലൊക്കെ ഉള്ളതാണ്. ഓക്കെ സർ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്കിനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എങ്കിലും ഇതില് ഫസ്റ്റ് ഭാഗം സിലബസിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ കണ്ടന്റുകൾ കൂട്ടാം കുറക്കാം. കാരണം ഡിഗ്രിയുടെ സിലബസുകളിലൊക്കെ മാറ്റം വന്നപ്പോൾ പഴയ കാലത്ത് പി ജിക്ക് പഠിച്ചിരുന്ന പല സബ്ജക്റ്റുകളും ഇപ്പോൾ ഡിഗ്രിക്ക് ഉണ്ട്, പ്രത്യേകിച്ച് എക്കണോമിക്സിലൊക്കെ. അപ്പോൾ ഇത് ഡിഗ്രി ലെവൽ സിലബസ് ആണോ പി ജി ലെവൽ സിലബസ് ആണെന്ന് വെച്ചാൽ പഴയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പി ജി ലെവൽ സിലബസ് ആണ്. പുതിയ ആളുകൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പഠിച്ചിറങ്ങിയ ഈ എക്കണോമിക്സുകാർക്ക് അല്ലെങ്കിൽ സബ്സിഡിയറി ഒക്കെ പഠിച്ചവർക്ക് ഇത് ഞാൻ എക്കണോമിക്സിന്റെ കാര്യമാണ് പറയുന്നത്, മറ്റും പറഞ്ഞുതരാം അവരുടെ കാര്യം. എക്കണോമിക്സിന് കുറച്ച് എക്കണോമിക്സിന്റെ 5 ഭാഗമായിട്ടാണ് കഴിയുക. കറക്റ്റ് അത് ഏകദേശം ആ ഒരു മൊഡ്യൂളിൽ തന്നെയാണ്. ചെറിയൊരു വേരിയേഷൻസ് ആണ് നമ്മൾ എക്സാമിന് വന്നുള്ളൂ. 5 ഭാഗമാണ് ശരിക്കും എക്കണോമിക്സിന്റെ ഭാഗത്തായിട്ട് കാണിക്കുന്നത്. അതിൽ ഒരു ഭാഗം സ്റ്റാറ്റിസ്റ്റിക്സും മാത്സുകാർക്കും കൂടി ഫേവറബിൾ ആയ ഒരു ഭാഗം, 4 മാർക്ക്. അതിൽ നമുക്കറിയാം എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, മാക്രോ എക്കണോമിക്സ് ഉണ്ട്. ആ 2 ഭാഗത്തും കൂടി 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിന്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. അതിൽ ഞാൻ സൂചിപ്പിച്ചു, പഴയ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു 2018-19 വന്ന സിലബസിന്റെ മുമ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് പി ജിയുടെ ഭാഗത്തും കയറി വരുന്നു. അപ്പോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. 4 മാർക്കിന് മൈക്രോ എക്കണോമിക്സ് എന്ന് വരും. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത്, മറ്റുള്ളവർ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 എക്കണോമിക്സ് എടുത്തിട്ട്, +2 എക്കണോമിക്സിൽ +1 അല്ല, +2 എക്കണോമിക്സ് എടുത്തിട്ട് അതിന്റെ മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സിന്റെ ഭാഗങ്ങൾ ഒന്ന് പഠിച്ച ആളുകളാണെങ്കിൽ അതൊന്ന് റിവിഷൻ നടത്തുക. എന്നിട്ട് ഹയർ ലെവലിൽ, കാരണം ഇത് MCQ ആണ്, മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഡിമാൻഡ് സപ്ലൈ പോലെയുള്ള ഭാഗങ്ങൾ, കൺസ്യൂമർ ബിഹേവിയർ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ നല്ലൊരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുത്തെങ്കിലാണ് അവിടെ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നെഗറ്റീവ് മാർക്ക് അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിന്റെ ശേഷം ഡിമാൻഡുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയ ഭാഗമാണ്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറും ഡിമാൻഡും, ആ 2 തിയറി ഓഫ് ഡിമാൻഡ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. പിന്നെ വരുന്നത് തിയറി ഓഫ് കോസ്റ്റ്. നിങ്ങൾ മാത്സുകാർ സ്റ്റാറ്റിക്കാർ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, എക്കണോമെട്രിക്സ് പോലെയുള്ള ഭാഗങ്ങൾ. എനിവേ, പിന്നെ തിയറി ഓഫ് ഡിമാൻഡ്, അത് ട്രഡീഷണൽ തിയറി ഇരിക്കുന്നത് റീസെന്റ് ഡെവലപ്മെന്റ് മനസ്സിലാവണമെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റുകൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇലാസ്റ്റിസിറ്റി പോലെയുള്ള ഡിമാൻഡ് ഫങ്ഷൻസ് പോലെ, ഡിമാൻഡ് കോൺട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കോൺസെപ്റ്റുകളുണ്ട്. ആ ഭാഗങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. അതിന്റെ കുറച്ചൊരു മാത്തമാറ്റിക്കൽ അപ്രോച്ചിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. കുറച്ച് മാത്തമാറ്റിക്കൽ ലെവലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷന്റെ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ നോൺ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റുകളും അതിന്റെ വിഷയമുണ്ട്. പിന്നെ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് എല്ലാ ഏരിയയും ഡിഗ്രിക്ക് വരുന്നതാണ്. പക്ഷെ അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഭാഗം കയറി വരുന്നത് കൊണ്ട് പി ജിയുടെ കുറച്ച് ഭാഗങ്ങളും അതിൽ കയറി വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 4 മാർക്ക് അതിൽ നിന്നുണ്ട്. ഇതേപോലെ മാക്രോ എക്കണോമിക്സിൽ 4 മാർക്ക്. മാക്രോ എക്കണോമിക്സിൽ അവളുടെ കെയ്നീഷ്യൻ മോഡലും പോസ്റ്റ് കെയ്നീഷ്യൻ മോഡലും ഇങ്ങനെ ഒരുപാട് ഇക്കണോമിക് തോട്ടുകളുള്ള കാലഘട്ടമാണ്, ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ നിന്ന് കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ചോദിച്ചു. മൈക്രോയുടെ ഭാഗം കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷെ മാക്രോയുടെ ഭാഗം കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് കഴിഞ്ഞ വർഷം 4 മാർക്ക്. സൺഡേ അല്ലേ? ഏതാ? ഓക്കെ. പിന്നെ മൊഡ്യൂൾ 3 പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്കണോമിക് അനാലിസിസ് ആണ്. എക്കണോമിക്സുകാർ പഠിക്കുന്ന QM അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗങ്ങൾ അതാണ് ചോദിക്കുന്നതെങ്കിലും ആദ്യ ഭാഗങ്ങൾ പ്യുവർ ആയിട്ട് അത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്, മീനസ്, കോറിലേഷൻ, ബൈവേരിയൻ അനാലിസിസ്, യൂണിവേരിയൻ അനാലിസിസും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻസും അതിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ അതൊക്കെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മേഖലകളിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റുകാർക്ക് ആ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുകൂടിയും
എളുപ്പവും. പിന്നെ വരുന്നത് എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് മെട്രിക്സും ഡിറ്റർമിനൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു ഏരിയ ഉണ്ട്. പൊതുവെ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റാറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ സ്റ്റാറ്റി മാത്തമാറ്റിക്സിന്റെ ആ ഭാഗത്ത് നിന്ന്, ഞാൻ പറഞ്ഞ എക്കണോമിക്സിലേക്ക് കയറി വരുന്ന സ്റ്റാറ്റി മാത്തമാറ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു 2 ക്വസ്റ്റ്യനും ഇക്കണോമെട്രിക്സിന്റെ ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യനുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. അവിടെ എക്കണോമെട്രിക്സിൽ തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അത് സ്റ്റാറ്റിയുടെ ഭാഗമായിട്ട് വരും. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗും അത് കൂടാതെ തന്നെ അവിടെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടോ സ്റ്റാറ്റിസ്റ്റിക്സിൽ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിൾ SRF സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്, നോൺ ലീനിയർ ഒക്കെ. അപ്പൊ അതിൽ കുറെ നോൺ ലീനിയറിലേക്ക് ഒന്നും അങ്ങനെ വളരെ ഡീപ്പായിട്ട് പോകുന്നില്ല, അത് PG ലെവലാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, സിമ്പിളും അതുപോലെ തന്നെ മൾട്ടിപ്പിളും ആയിട്ട് വരുമ്പോൾ അതിന്റെ അസംഷൻസുകൾ പറയുന്നുണ്ട്. ഹെറ്ററോസ്കഡോസിറ്റി, അതിന്റെ വയലേഷൻസുകൾ, ഓട്ടോ കോറിലേഷൻ, മൾട്ടി കൊലീനിയാരിറ്റി പോലെയുള്ള ഭാഗങ്ങൾ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ശരിക്കും എക്സ്പെക്ട് ചെയ്യണം. ഒരു മാർക്ക് പ്യുവർ എക്കണോമെട്രിക്സിൽ നിന്ന്, ഒരു മാർക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിലേറ്റഡുമായി വരുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ നിന്ന് നമുക്ക് 2 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. 2 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 2 മാർക്കും സ്റ്റാറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു മാർക്ക് സ്റ്റാറ്റിയുടെ ഭാഗത്തും എക്കണോമിക്സ് മാത്സിന്റെ ഭാഗത്തുനിന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ എക്കണോമിക്സിൽ തന്നെ കണക്ട് ചെയ്ത് വരുന്ന മാർക്കറ്റ് ഇക്വിലിബ്രിയം പോലെ, ഇലാസ്റ്റിസിറ്റി പോലെ, സ്ലോപ്പ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് 4 മാർക്ക്. ഈ മാർക്ക്, ഇതിന്റെ പ്രത്യേകത ഇത് കുറച്ചുകൂടി മറ്റു സബ്ജക്റ്റുകാർക്ക് കൂടി മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പിന്നെ 4ാമത്തെ ഭാഗം, 5 ഭാഗങ്ങളിൽ 4 മാർക്ക് വീതമാണ്. ഇവിടെ ഇത് ഒരു വൈഡ് ഏരിയയാണ്. പറയാൻ എക്കണോമിക്സിന്റെ വ്യത്യസ്ത ബ്രാഞ്ചുകളാണ്. ഒന്ന് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പബ്ലിക് ഫിനാൻസ്, ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വികസനത്തിന്റെ ചില തിയറികളുണ്ട്. ചില രാജ്യങ്ങൾ എങ്ങനെയാണ് വികസിച്ചിരിക്കുന്നത്, അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഏതാണ് അവരുടെ അതിലേക്ക് കൂടുതലായി കോൺട്രിബ്യൂട്ട്. ഇത് പല ആളുകളും തിയറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തിയറികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. പബ്ലിക് ഫിനാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് കൂടി പറയാൻ കേട്ടോ, എക്കണോമിക്സ് എല്ലാത്തവർക്ക് വേണ്ടി പറയാണ്. പബ്ലിക് ഫിനാൻസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട, പബ്ലിക് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട, ഗവൺമെന്റ് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ ഗവൺമെന്റിന്റെ വരവ് ചെലവുകളെ കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സിന്റെ ഒരു ഭാഗമാണ് പബ്ലിക് ഫിനാൻസ്. അതിൽ നിന്നുള്ള ചോദ്യം ചോദിക്കാം. ഇത് കൂടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡുകൾ, ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇന്റർനാഷണൽ എക്കണോമിക്സിൽ ഇന്റർനാഷണൽ ഫിനാൻസും ഉണ്ട്, ഇന്റർനാഷണൽ ട്രേഡും ഉണ്ട്. അതിൽ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഭാഗത്തു നിന്നുള്ള തിയറീസുകളുണ്ട്. എന്തുകൊണ്ടാണ് ട്രേഡ് നടക്കുന്നത്, ട്രേഡ് നടക്കുന്നത് കൊണ്ട് ആർക്കാണ് ഫേവറബിൾ, ട്രേഡ് നടക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന കറൻസി ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പൊ കറൻസി ട്രാൻസാക്ഷനിന്റെ അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ആ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിന്റെ ബേസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട തിയറീസുകൾ എന്തൊക്കെയാണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇന്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇതൊന്നും ഇല്ലാതെ ഇവിടെ ഹെഡിങ്ങിൽ കൊടുക്കാതെ മണി ആൻഡ് ബാങ്കിങ് എന്ന് ചെറുതായിട്ട് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എക്കണോമിക്സിന്റെ വേറൊരു ഏരിയയാണ്. റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട, കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട, ഈവൻ നമ്മളുടെ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ കാണുന്നില്ല. എന്നാലും നമ്മളത് ഇവിടെ ഉള്ളിൽ സിലബസ് ഉള്ള സ്ഥിതിക്ക് അത് കവർ ചെയ്യേണ്ടി വരും. ഇതാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, മാക്രോയില് ഒരു ഭാഗം വരുന്നുണ്ട്, മൈക്രോ ഉണ്ട്, അതുപോലെ തന്നെ ഇക്കണോമിക്സിൻ QT ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിന്റെ ഭാഗമുണ്ട്. ഇത് കൂടാതെ എക്കണോമിക്സിന്റെ മറ്റു ബ്രാഞ്ചുകളുണ്ട്. ഇതൊന്നും കൂടാതെ ലാസ്റ്റ് ഭാഗം, അതൊരു ജനറൽ ഭാഗമാണ്. ജനറൽ ഭാഗം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിന്റെ തന്നെ ഇന്ത്യൻ എക്കോണമിയും കേരളവുമായി ബന്ധം. ഇത് മറ്റു സബ്ജക്റ്റുകാർക്ക് കുറച്ചൊക്കെ ഒരു വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ, പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹിസ്റ്ററി എക്കണോമിക്സ് പഠിച്ചവർക്ക് ഒരു പക്ഷേ മാത്തമാറ്റിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. മാത്തമാറ്റിക്സിന്റെ അഡ്വാൻസ്ഡ് ലെവൽ, നോർമൽ അവർ പഠിച്ച ഭാഗങ്ങൾ പഠിക്കും, അഡ്വാൻസ് ലെവൽ പഠിക്കും. പക്ഷേ ഈ മാത്സ് പഠിച്ച ആളുകൾക്ക് എക്കണോമിക്സ് ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചിലൂടെ അതിനെ നേരിടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ സ്ലോപ്പ് പഠിക്കുന്നുണ്ടാവും, ഡെറിവേഷൻസ് പഠിക്കുന്നുണ്ടാവും, അത് എക്കണോമിക്സിലേക്ക് കൊണ്ടുവരുന്ന ആപ്ലിക്കേഷൻ അത് ചെറിയ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി അപ്ലൈ ചെയ്തിട്ട് അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അത് കൂടാതെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഏറെക്കുറെ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ഫേവറബിൾ ആയിട്ട് മാറാം. ഇനി അവിടെ ഇന്ത്യൻ എക്കോണമി ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒന്ന് 5 ഇയർ പ്ലാൻ ആണ്. 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 5 ഇയർ പ്ലാനിൽ നിന്ന് ചോദ്യം ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളത് ഫിനാൻസ് കമ്മീഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 എണ്ണത്തിൽ നിന്ന് ഏറ്റവും ആദ്യം ഇന്ത്യൻ എക്കോണമി പഠിക്കുമ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് നിങ്ങൾ ആദ്യം കവർ ചെയ്യേണ്ട 2 ഏരിയ ഇതായിരിക്കണം. 5 ഇയർ പ്ലാൻസ്, പ്ലാനിംഗ് കമ്മീഷൻ, നിതി ആയോഗ്, ഫിനാൻസ് കമ്മീഷൻ. ഫൈനാൻസ് കമ്മീഷൻ 5 ഇയർ പ്ലാനിന്, അതുപോലെ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാണ് നിതി ആയോഗ്. അതുപോലെ ഫിനാൻസ് കമ്മീഷൻ. ഇത് പഠിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ
ഡീറ്റെയിൽസ്, കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളിൽ ഉണ്ടായ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എന്താണ് മാറ്റങ്ങൾ, മേജർ ചേഞ്ചുകൾ എന്തൊക്കെയാണ്. പിന്നെ ഇതിൽ നിങ്ങൾ നോക്കിയതിന്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചില പോളിസികളുണ്ട്, അടുത്ത കാലങ്ങളിൽ ഉണ്ടായ ചില പോളിസികൾ. ആ പോളിസികളുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇവിടെ വരും. അത് ഇന്ത്യൻ എക്കോണമിയുടെ മോണിറ്ററി സെക്ഷൻസിലേക്ക് അത് കയറി വരും, സാധ്യത കാണുന്നുണ്ട്. പിന്നെ കേരള കഴിഞ്ഞതിൽ ക്വസ്റ്റ്യൻസിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ റിസർച്ച് ഓഫീസർ പോലെയുള്ള എക്സാമുകളിലൊക്കെ പൊതുവെ ചോദിക്കാറുണ്ട്. കേരള എക്കോണമിയുടെ ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോ ചില മേഖലകളിൽ ഇൻഫ്രാസ്ട്രക്ചർ, അത് സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അത് കേരള ഇൻഫർമേഷൻ മിഷൻ പോലെയുള്ള കേരളത്തിന്റെ യുണീക്ക് ചില പ്രൊജക്ടുകളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസിന്റെ 20 മാർക്കിനാണെങ്കിൽ സാധ്യത. ഒരു പക്ഷെ അത് 25-ലേക്കോ ഈവൻ 30-ലേക്കോ ഒക്കെ വരാൻ സാധ്യത ഇല്ലായില്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ മാർക്ക് അവിടുന്ന് കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെയിറ്റേജ് കൂട്ടി കൊടുക്കാനും സാധ്യത ഒന്ന് എക്കണോമിക്സിലേക്ക്, സ്റ്റാറ്റിസ്റ്റിക്സിലേക്കും ആയിരിക്കും. ഇത്രയും കാര്യം എക്കണോമിക്സ് റിലേറ്റഡ് ആയി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. 5 ഏരിയയിൽ നിന്ന് 4 മാർക്ക് വീതമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി സാറേ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടിൽ ചോദിച്ചിട്ട് അടുത്തേക്ക് നീങ്ങാം. മറ്റ് നോൺ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഒരു പക്ഷേ അവർ വരുന്നത് ഒന്ന് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ, അവർ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് കൊമേഴ്സിൽ ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കൊമേഴ്സുകാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അല്ല, മാനേജ് എക്കണോമിക്സ് പഠിച്ചിട്ടില്ല നിങ്ങൾ ആരും? ഇല്ലേ കൊമേഴ്സുകാർ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാനേജൽ എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിന്റെ 4 മാർക്ക് നിങ്ങൾ അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഇനി മാത്സുകാർ സബ്സിഡിയറി പേപ്പറായിട്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് എക്കണോമെട്രിക്സിന്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ആ നേരത്തെ പറഞ്ഞ ചിലപ്പോൾ പ്യൂർ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ ചിലപ്പോൾ ഇക്കണോമെട്രിക്സിന്റെ കൂടുതൽ ഡീറ്റെയിൽ പഠിച്ചോളണമെന്നില്ല. അവിടെ അത് ഈ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് പോലെയുള്ള ഭാഗങ്ങൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി +2 കൊമേഴ്സ് കഴിഞ്ഞ എക്കണോമിക്സ് എടുത്ത ആളുകളാണെങ്കിൽ, +2 കൊമേഴ്സ് കഴിയുന്നു, എന്നിട്ട് അത് കഴിഞ്ഞെങ്കിൽ പ്രീ-ഡിഗ്രി കൊമേഴ്സ് കഴിഞ്ഞ എക്കണോമിക്സ് എടുത്തവരാണെങ്കിൽ അവർക്ക് അക്കൗണ്ടൻസി ബേസിക്, അതുപോലെ തന്നെ മാനേജ്മെന്റ് തിയറിയുമായി റിലേറ്റഡ് ഉള്ള മാർക്കുകൾ, ഇക്കണോമിക്സിന്റെ മാർക്ക്, കുറച്ചൊക്കെ മാത്തമാറ്റിക്സിന്റെ കുറച്ച് ഭാഗങ്ങൾ, വലിയ ഭാഗങ്ങളൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ ഫെമിലിയർ ആയിരിക്കും. ഈവൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് ഭാഗങ്ങളും അവർ ഫെമിലിയർ ആയിരിക്കും. സാർ, ഇനി അടുത്ത സിലബസ് ഡിസ്കസ് ചെയ്യണോ, അതല്ല ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകണോ? ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാൽ ബാക്കി ഏരിയാസ് നമുക്ക് സെപ്പറേറ്റ് സെഷൻ ആയിട്ട് കൊടുക്കാം. സബ്ജക്റ്റുകൾ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഈ എക്കണോമിക്സുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഏത് ബുക്സ് ഫോളോ ചെയ്യണം, എങ്ങനെ പഠിക്കണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് വേണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ എക്കണോമിക്സ് ഇതിൽ കുറച്ച് വൈഡ് ഏരിയ തന്നെ, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈവൻ എക്കണോമിക്സ്, BA എക്കണോമിക്സ് കവർ ചെയ്ത് കുറച്ച് പണ്ട് പഠിച്ചവരാണെങ്കിൽ പോലും ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബേസ് എടുത്തിട്ട്, ഈവൻ +2 മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗം എടുത്തിട്ട് ആ ബേസ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമാണ് ഹയർ ലെവലിലേക്കുള്ള ആദ്യത്തെ 3 ഭാഗങ്ങൾ, മാക്രോ, മൈക്രോ, അതുപോലെ തന്നെ അതർ ബ്രാഞ്ചുകൾ, എക്കണോമിക്സിന്റെ അതർ ബ്രാഞ്ചുകൾ അറിയാൻ പറ്റുള്ളൂ. മറ്റു ലാസ്റ്റത്തെ ഭാഗം ഇന്ത്യ, കേരള, ആ ഭാഗം വലിയ കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് നമ്മൾ ഫാക്റ്റുകൾ പഠിച്ചാൽ മതി. അവിടെ വലിയ തിയറികളൊന്നും വരുന്നില്ല. അതിൽ ഇമ്പോർട്ടൻസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് 5 ഇയർ പ്ലാൻ ആണ്, ഫിനാൻസ് കമ്മീഷൻ ആണ്. അതുപോലെ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി വരാൻ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാസം വരുന്ന 2 ബജറ്റുകൾ, അത് നിർബന്ധമായിട്ടും ആ ബജറ്റ് റിലേറ്റഡ് ആയ മെറ്റീരിയൽസ് നിങ്ങൾ കയ്യിൽ കളക്ട് ചെയ്ത് വെക്കുക. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റും. ആ ബജറ്റ് വരുന്നതിന്റെ തലേ ദിവസം പുറത്തിടക്കുന്ന ഇക്കണോമിക് റിവ്യൂ, സ്റ്റേറ്റിലെയും അതിന്റെ ഫാക്ടുകൾ ഉണ്ടാവും, സെൻട്രലിന്റെ ഫാക്ട് ഉണ്ടാവും. ആ രണ്ടും, ഈ 4 കാര്യങ്ങൾ, ബജറ്റിന്റെ കാര്യങ്ങൾ, 2 ബജറ്റിന്റെ ഡീറ്റെയിൽസ്, ബജറ്റിന്റെ തലേ ദിവസം വരുന്ന സ്റ്റാറ്റസ്, ഇക്കണോമിക് സ്റ്റാറ്റസ് കാണിക്കുന്ന ഇക്കണോമിക് റിവ്യൂ, ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടുകളിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ടാക്സുമായി ബന്ധപ്പെട്ട റിഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും യുണീക്ക് ആയിട്ട് ആ ബജറ്റിൽ പറയുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയ വല്ല ഇൻഡെക്സുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ വലിയ പ്രൊജക്ടുകൾ കൊണ്ടുവരിക. അത് വേണം നമുക്ക് ആ സമയത്ത്, ബജറ്റ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ആ ബജറ്റ് ഡിസ്കഷൻ തന്നെ ചെയ്യാം. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കി കൊടുക്കുക. രണ്ടും രണ്ടായിട്ട് തന്നെ കാണുക. ഈ ബജറ്റ് വരുന്നതിന്റെ തലേ ദിവസം പബ്ലിഷ് ചെയ്യുന്ന നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ഡീറ്റെയിൽ ഉണ്ട്, റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടിൽ നിലവിലുള്ള ഫൈനാൻഷ്യൽ ഇയറിലെയും പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിന്റെയും അതിന്റെ മുന്നത്തെ വർഷത്തെയും ഫാക്ടുകൾ അതിലുണ്ട്. എന്തൊക്കെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, ഏത് മേഖലയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്, ആ ഫാക്ടുകൾ, അതാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഡാറ്റകൾ ഈ വരുന്ന 2 മാസം. ശ്രദ്ധിക്കുക, എക്സാം മിക്കവാറും ഈ വർഷം തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇനി മാത്തമാറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 4, അത് നിങ്ങൾ മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിൽ പറയാം, 5 മേഖല ഇതുപോലെ അവിടെയും പറയുന്നുണ്ട്. ആ 5 മേഖലയിൽ 4 മാർക്ക് വീതം തന്നെയാണ്.
ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ എക്കണോമിക്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കയറി വരുന്നുണ്ട്. അവിടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻസിയും അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻസ്, ഈ ഒരു ഏരിയ ഏകദേശം പാർഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ, ഈ ഏരിയ ഏകദേശം അവിടെ വരുന്നുണ്ട്, ഈ 2 മാർക്കിന്റെ ഏരിയ. പിന്നെ ടെസ്റ്റിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ, അനോവ പോലെയുള്ള ടി ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ അവിടെ, പൈ സ്ക്വയർ ടെസ്റ്റ് ഒക്കെ അവിടെയും അതിനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതാണ് ഇവിടെ ഒരു ശ്രദ്ധിക്കട്ട, ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ഒരു ഭാഗം. ഇത് നിങ്ങൾ ചെയ്യുന്ന ജോലി, ഇപ്പൊ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയ ഒരു ഏരിയയാണ്. അതിന്റെ ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട മെത്തേഡ്സുകളും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചുണ്ട്. പിന്നെ കൊമേഴ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കൊമേഴ്സ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു തരാം. അവിടെ 4 ഏരിയ ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് മാനേജ്മെന്റ് തിയറി റിലേറ്റഡ് ആണ്. ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് പഠിച്ച ഭാഗങ്ങൾ 5 മാർക്ക് അവിടെ നിന്ന് വരും. 5 മാർക്ക് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഈ അക്കൗണ്ടൻസി ബേസിക് ഒന്നും ഇല്ലാത്ത ആളുകൾ പോയിട്ട് ഇപ്പൊ ഇനി കുറേ അക്കൗണ്ടൻസി ബേസ് എടുത്തിട്ട് അതിൽ വെറുതെ കുറേ സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏരിയ ഏതാണോ അതിൽ നിങ്ങൾ പക്കയാവുക. പിന്നെ റിലേറ്റഡ് ഏരിയയിലേക്ക് പോവുക, പിന്നെ ജനറൽ ഏരിയയിലേക്ക് പോവുക. ഡിസ്റ്റൻസ് ഏരിയയിലേക്കുള്ള നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഏരിയയിലൊക്കെ ലീസ്റ്റ് പ്രിഫറൻസ്, അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇങ്ങനെ പഠിച്ച് പോകുക എന്നല്ലാതെ അതിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കരുത്. നിങ്ങൾ മാത്സ് ആണെങ്കിൽ മാത്സ് നന്നാവും ചെയ്യുക, സ്റ്റാറ്റ് ചെയ്യുക, മാത്തമാറ്റിക്സ് എക്കണോമിക്സിന്റെ ആ ഭാഗങ്ങൾ കവർ ചെയ്യുക, എക്കണോമിക്സിന്റെ ബേസുകൾ എടുക്കുക. എക്കണോമിക്സ് കുറെ കാലത്ത് മനസ്സിലാവും. പക്ഷേ അക്കൗണ്ടൻസി പോലെ തീരെ ബന്ധമില്ലാത്ത ദൈവം MS സിസ്റ്റം മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ച ആൾ പോയിട്ട് അക്കൗണ്ടൻസിന്റെ ബേസിക് ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ സമയം അവിടെ നഷ്ടപ്പെടും. അതിനെ പറ്റിയ സമയമൊന്നും ഇപ്പൊ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് പഠിക്കാം, മാനേജ്മെന്റ് തിയറിയുടെ ഭാഗം നോക്കാം. അത് കുറച്ചൊക്കെ ബേസിക്സ് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഈ 3-ും 4-മത്തെയും ഭാഗം എക്കണോമിക്സുകാരുടെ ഏരിയയും കൂടിയിട്ടാണ്. ശരി, ഇത് കൊമേഴ്സ് എന്ന് മാത്രം പറഞ്ഞു വെക്കാൻ പറ്റിയ സാധനമല്ല. അത് എക്കണോമിക്സുകാർക്കും കൂടി ഇവിടെ മാർക്ക് കവർ ചെയ്യാൻ പറ്റും, മാർക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സുകാരുടെ ഒരു മൊഡ്യൂളാണ്. അത് അക്കൗണ്ടൻസ് പേർക്കുണ്ട്, കൊമേഴ്സുകാർക്ക് അത് വരുന്നുണ്ട്. പിന്നെ ബാങ്കിങ് തിയറിയുടെ കാര്യം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതും. പിന്നെ പുതിയ ബാങ്കിങ് സെക്ടറിൽ വന്നിരിക്കുന്ന ചേഞ്ചുകൾ, ടെക്നോളജിക്കൽ ചേഞ്ചുകൾ, അതിപ്പോ ഈ ഇതിലൊന്നും കണ്ടോളന്നില്ല, ഇത് പഴയ സിലബസാണ്. പക്ഷെ ഇപ്പൊ അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന റൂപേ പോലെയുള്ള മറ്റു പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും അതിന്റെ ഡിഫറൻസുകളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട. ഇനി അടുത്തൊരു ഭാഗം, ഇത് ഉണ്ടാവോ ഇല്ലേ എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. സാറെ കഴിഞ്ഞ റിസർച്ച് ഓഫീസറുള്ള റിസർച്ച് അസിസ്റ്റന്റിലോ ഈ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ, പ്യൂർ മാത്ത് ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ വെയിറ്റേജ് മാർക്ക് സബ്ജക്റ്റുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ഇവർ ഫോളോ ചെയ്യുന്ന പറയാൻ പറ്റില്ല, അത് നമുക്ക് സിലബസ് വന്നാലേ പറയാൻ പറ്റൂ. അതിൽ ആസ് യൂഷ്വൽ അവിടെ ചോദിക്കുന്നത് ഒന്ന് റിനൈസൻസ് ആണ്. അത് റിലേറ്റഡ് ആയ എല്ലാ PSCക്കുള്ള അതേ സിലബസ് കോപ്പി ചെയ്തിട്ടിരിക്കുകയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ്, അതിൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ നമ്മളുടെ വെൽഫെയർ പ്രോഗ്രാംസുകൾ, പ്രധാനപ്പെട്ട ചില ഇന്ത്യൻ ഗവൺമെന്റും കേരള ഗവൺമെന്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന MNREGA പോലെയുള്ള പ്രോഗ്രാമുകൾ. പിന്നെ കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയ ഭാഗം ചോദിക്കും. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഞാൻ എക്കണോമിക്സ് മറ്റുള്ളവർക്ക് എത്രത്തോളം ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ടെക്നിക്കലി മനസ്സിലാവും അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന അറിയില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ആ സിലബസ് വെച്ചുകൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സിലബസ് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യും. സിലബസിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ഡൗട്ട് ഉണ്ടാകുന്നത് അതിലെ വെയിറ്റേജിൽ വല്ല മാറ്റം വരുമോ എന്നുള്ളതാണ്. അത് നമുക്ക് എക്സാമിന്റെ 2 മാസം 3 മാസം മുമ്പ് അതിൽ വരുന്ന സിലബസ് വെച്ചുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുള്ളൂ. ഇനി 20 മാർക്സ് ആണ് എക്കണോമിക്സിൽ നിന്ന് വരുന്നത്. നിങ്ങൾ ആദ്യത്തെ ഒരു 3 ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവാം. ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചിലൂടെയാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു പ്യുവർ തിയററ്റിക്കൽ അപ്രോച്ച് ഒന്നല്ലേ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ സാറേ? ഓഡിയബിൾ ആണല്ലോ, ക്ലാരിറ്റി ഉണ്ടല്ലോ, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ. ഇത് ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗം. ഞാൻ പറഞ്ഞു നേരത്തെ ഇവിടെ മൈക്രോ എക്കണോമിക്സ് ഉണ്ട്. ഫസ്റ്റ് മൈക്രോ എക്കണോമിക്സ് 4 മാർക്ക്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് പഠിക്കാത്തവരോട് വേണ്ടി പറയുകയാണ്, എക്കണോമിക്സിൽ പഠിക്കുന്നത് ശരിക്ക് ഇക്കണോമിക് ബിഹേവിയർ, ആളുകളുടെ സാമ്പത്തിക പെരുമാറ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. സൈക്കോളജിയിൽ ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നത് ശരിക്കും ഇക്കണോമിക് ബിഹേവിയറാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉണ്ടാക്കുന്നത്, ചെലവഴിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരിൽ എത്തുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ, അതിനുമായി ബന്ധപ്പെട്ടിട്ട് ആണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഇക്കണോമിക് യൂണിറ്റുകൾ ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് യൂണിറ്റ് ആണ്, ഒരു ഫേം ഒരു ഇക്കണോമിക് യൂണിറ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഒരു ഇക്കണോമിക് യൂണിറ്റ് ആണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ എക്കണോമിക് യൂണിറ്റുകൾ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റിനെ എടുത്ത് പഠിക്കുന്നതിന് പറയുന്ന പേരാണ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്, ഞാൻ ഇക്കണോമിക്സുകാരെ ശ്രമിക്കട്ടോ, കാരണം നിങ്ങളെ ബേസ് ആണ്, ഞാൻ സ്റ്റാറ്റിക്കായിട്ട് കുറച്ച് കൂടുതലുള്ള ഒരു പ്രൊഡക്റ്റാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവൽ, ഇപ്പോ ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ജനങ്ങളുടെ
പർച്ചേസിംഗ് കപ്പാസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ കുറിച്ച്, അങ്ങനെ നാഷണൽ ലെവൽ ഹോൾ ലെവലിൽ പഠിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസും മൈക്രോ എക്കണോമിക്സ് എന്ന് വന്നുള്ളതാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് മൈക്രോ എക്കണോമിക്സിൽ തന്നെ ഒരു ഫേം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സൈഡിലാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് വരുന്നത് ശരിക്കും ഒരു കൺസപ്ഷൻ സൈഡിലാണ്. കൺസപ്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും ആ ഗുഡ്സിന്റെ ഒക്കെ ഒരു ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ മാത്സിലും സ്റ്റാറ്റിലൊക്കെ പഠിക്കുന്ന ഇതാണ് y is a function of x, അല്ലെങ്കിൽ x is a function of y. ഇവിടെ 2 ഫാക്ടേഴ്സ്. ഈ 2 ഫാക്ടേഴ്സിൽ ഇവിടെ നമുക്കുള്ളത് ഒന്നെന്താ വെച്ചാൽ ഇവിടെ ഔട്ട്പുട്ടാണ്, ഇവിടെ ഇൻപുട്ടാണ്. ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്, ആ ബന്ധത്തെ കുറിച്ച് പഠിക്കുന്നതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് കുറേ ആളുകൾ, കുറേ സ്കൂൾ ഓഫ് തോട്ടുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പെട്ട ഒരാളാണ്, ഒരു ടീമാണ് കോബ് ഡഗ്ലസ്, 2 പേര് കൂടി പഠിച്ചതാണ്. മാത്തമാറ്റീഷ്യന്മാരാണ് അവർ പഠിച്ച ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ വന്നിരിക്കും. അതിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മളുടെ ഒരു ഫാക്ടർ മറ്റൊരു ക്യാപിറ്റൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്ന പോലെ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷനിലെ അതിന്റെ ഫീച്ചേഴ്സ്, ഇത് ശരിക്ക് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഒരു അസംഷനാ, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചറാ. അവർ പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആണെന്നാണ്. ഇത് വളരെ കോമൺ ആയിട്ട് ഒരു 5 അല്ലെങ്കിൽ 4 എക്കണോമിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ പേപ്പർ എടുത്താൽ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 25% സാധ്യത കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ് അതിന്റെ ഡിഗ്രി എന്നുള്ളത്, ഇത് 1 ആണെന്നുള്ളതാണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴും അതും എന്തുമായി റിലേറ്റഡ് ആണ്, ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചിലേക്ക് വരും. മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടോ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ? മാത്തമാറ്റിക്സ് ഉണ്ട് അതില് ആരുമില്ലല്ലോ. സ്റ്റാറ്റിക്കാർ പഠിച്ചിട്ടില്ല പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. നിങ്ങൾ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഈ ഗ്രാഫ് എക്കണോമിക്സിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്ലോപ്പ് ആണോ നെഗറ്റീവ് സ്ലോപ്പ് ആണോ? സ്ക്രീൻ കാണുന്നില്ലേ? സാറെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഉമൈബ, ഞാനിപ്പോ വരച്ച ഗ്രാഫ് ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആണോ നെഗറ്റീവ് സ്ലോപ്പ് ആണോ? ഗ്രാഫ് പോസിറ്റീവ് സ്ലോപ്പ് ആണ് അല്ലെ? 2 ഫാക്ടേഴ്സും ഒരേ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്, 2 വേരിയബിൾസ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഇൻഫ്ലക്ഷൻ. അത് എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷനാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഓരോ ക്ലാസ്സുകളിൽ അതിന്റെ ഡിസ്കഷനിലേക്ക് വരാം. പക്ഷെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. അപ്പൊ ഇതിൽ ഈ ഓരോ പ്രത്യേക പോയിന്റുകളുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു മാക്സിമ മിനിമ എന്നൊക്കെ പറഞ്ഞ പോയിന്റുകൾ ഉണ്ടാവും. മാക്സിമ മിനിമ പോയിന്റ് ഒക്കെ പ്രത്യേക, അത് ആ സ്ലോപ്പ് 0 ആയിരിക്കും. ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ്, ഇത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്നാണ് പറയുക എക്കണോമിക്സിൽ. മാർജിനൽ പ്രൊഡക്റ്റ് ഉണ്ട്, അഥവാ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ സ്ലോപ്പാണ് മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പൊ ഈ സ്ലോപ്പ്, ഇവിടെ സ്ലോപ്പ് കൂടി വരികയാണ്, അത് സ്ലോപ്പ് മാക്സിമത്തിൽ എത്തുകയാണ്. പിന്നെ ഇവിടെ സ്ലോപ്പ് കുറയാൻ തുടങ്ങുന്നുണ്ട്. പോസിറ്റീവ് തന്നെയാണ്, പക്ഷെ സ്ലോപ്പ് കുറയും. അപ്പൊ ഈ സ്ലോപ്പ് മാക്സിമത്തിൽ എത്തുന്ന പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. എക്കണോമിക്സുകാര് കേട്ടിട്ടുണ്ടോ ഈ പോയിന്റ്? നിങ്ങൾ മാക്സിമം പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഹുദ ഉണ്ടാ, ഓൺലൈൻ ഉണ്ടാ? ഹുദ കേട്ടിട്ടുണ്ട്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കേട്ടിട്ടുണ്ട് അല്ലെ? പോയിന്റ് ഓഫ് സാച്ചുറേഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉണ്ട്. അത് ഓരോ പോയിന്റുകളും ഓരോ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഇതിപ്പോ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ പോസിറ്റീവ് സ്ലോപ്പുള്ള ഈ പ്രൊഡക്റ്റ് കർവിന്റെ സ്ലോപ്പ് മാക്സിമത്തിൽ എത്തുമ്പോൾ പിന്നെ സ്ലോപ്പ് കുറയാൻ തുടങ്ങുന്നു. ആ സ്ലോപ്പ് മാക്സിമത്തിൽ എത്തുന്ന പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ സ്ലോപ്പാണ്. നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോൾ ചേഞ്ചിനെ കുറിച്ചാണ് ഡിഫറൻസിയേഷൻ പഠിക്കുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റിന്റെ സ്ലോപ്പ് ഡിഫറൻസിയേഷൻ കാണുക. അത് ഞങ്ങളുടെ എക്കണോമിക്സിലേക്ക് അത് വരുമ്പോൾ അത് MP ആയിട്ട് മാറി. ടോട്ടൽ കോസ്റ്റിന്റെ ഡിഫറൻസിയേഷൻ കണ്ടാൽ അത് MC ആയിട്ട് മാറി, മാർജിനൽ കോസ്റ്റ് ആയിട്ട് മാറി. ഇതാണ് എക്കണോമിക് ടേംസ്. ഇത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടൂളാണ് ഡിഫറൻസിയേഷൻ. മാത്സ് ക്ലിയർ ആയ? എക്കണോമിക്സിലെ ഒരു കോൺസെപ്റ്റിന്റെ മാർജിനൽ ചേഞ്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കും. അങ്ങനെ ചേഞ്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ മാർജിനൽ എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിക്കാരൊക്കെ ശ്രദ്ധിക്കും. ഇങ്ങനെ ഇത് വ്യത്യസ്ത സബ്ജക്റ്റ് ആകുമ്പോൾ അതിന്റെ ഒരു രസമാണ്. ഈ റിസർച്ച് ഓഫീസറും ഇതൊക്കെയുള്ള രസം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ജീവിതത്തിൽ ഇതുവരെ പഠിക്കാത്ത പല സബ്ജക്റ്റുകളും പഠിച്ചിട്ടായിരിക്കും സമയം. പക്ഷെ വളരെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലൊക്കെ കിട്ടിയ പല ആളുകൾക്കും മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവുക, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കോർ ചെയ്തിട്ടുണ്ടാവുക ഒരു പക്ഷേ എക്കണോമിക്സിലായിരിക്കും. എക്കണോമിക്സുകാർക്ക് എത്ര ഇതിൽ ചിലപ്പോൾ 20 നല്ല പഠിക്കുന്ന ആളുകൾക്ക് പോലും 15 or 10 കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം കുറച്ചുകൂടി ഒരു മാത്തമാറ്റിക്കൽ ലെവലാണ് കഴിഞ്ഞ വർഷം എക്കണോമിക്സ് ചോദിച്ചത്. ഇനി ഇവിടെ വരുന്നു, ഞാൻ വളരെ കുറച്ച് സ്പീഡാക്കുകയാണ്. ഇവിടെ പറയുന്നു ഇതും ഒരു മാത്തമാറ്റിക്കലാണ്. അങ്ങനെ മാത്തമാറ്റിക്കലാന്ന് പറയാൻ കാരണം നമ്മൾ ഇതും ഒരു കർവ് റിലേറ്റഡ് ആണ്. കൺസ്യൂമർ ഭാഗത്ത് പഠിക്കുന്ന ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞൊരു കർവ് ഉണ്ട്. ആ കർവ് കാണിക്കുന്ന 2 കമ്മോഡിറ്റിയാണ്. ആ കമ്മോഡിറ്റികൾ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് സാധാരണ ഇൻഡിഫറൻസ് കർവ്. ഒന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് ഒന്ന് ഏൺ ചെയ്യാം. എക്സ് വേണമെങ്കിൽ കൂട്ടി വൈ കുറക്കാം, അല്ലെങ്കിൽ വൈ കൂട്ടി എക്സ് കുറക്കാം. ഇങ്ങനെയുള്ള കാണിക്കുന്ന ഒരു കർവിനാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. അതിന് നമ്മൾ ഒരു 2 മണിക്കൂറോളം എടുത്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ് ഇൻഡിഫറൻസ് കർവും ഇൻഡിഫറൻസ് കർവിന്റെ അനാലിസിസും അതുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആവുമ്പോൾ അവിടെ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കേണ്ട വസ്തുവാണ്. ഇപ്പൊ ടീ ഷുഗർ രണ്ടും കൂടി ഉപയോഗിച്ചാലാണ് നമുക്ക് ചായ കിട്ടുള്ളൂ. ചായപ്പൊടി കുറച്ച് വിചാരിച്ചിട്ട് കാപ്പിപ്പൊടി കൂട്ടാൻ പഞ്ചസാര കൂട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇത് കുറച്ച മറ്റേ കൂട്ടണം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കോമ്പിനേഷന് വേണ്ടി ഉപയോഗിക്കണം. അപ്പൊ ആ കോമ്പിനേഷൻ കാണിക്കുന്ന കർവ് എങ്ങനെയെന്ന് വെച്ചാൽ ഒറ്റ കർവേ ഉണ്ടാവും, ഒറ്റ പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒന്ന് കൂട്ടിക്കോളൂ, പക്ഷെ മറ്റത് കുറക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഇനി ഇങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ ഇത് എക്സോ വൈയോ കുറക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനത്തെ വരുന്ന കർവ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ റൈറ്റ് ആംഗിൾ. സ്ട്രൈറ്റ് ലൈൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ട്രൈറ്റ് ലൈൻ ഒക്കെ ആവുന്ന സമയത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഉണ്ട്, പക്ഷെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഇത് പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ആവുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നതാണ്. അത് ഗുഡ്സുകളെ നോർമൽ ഗുഡ്സ് എന്നും ഇൻഫീരിയർ ഗുഡ്സ് എന്നും തരംതിരിക്കുന്നുണ്ട്. അത് റിലേഷൻസ് നോക്കിയിട്ടാണ്. നമ്മുടെ കമ്മോഡിറ്റി വാങ്ങുന്നതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രൈസ്. മറ്റൊന്ന് വാങ്ങുന്ന കൺസ്യൂമറുടെ ഇൻകം, അതുപോലെ തന്നെ അവരുടെ ടേസ്റ്റ് പ്രിഫറൻസ്. ഇങ്ങനെ പല കമ്മോഡിറ്റികളുണ്ട്, പല ഫാക്ടേഴ്സുകളുണ്ടാവും. ആ ഫാക്ടേഴ്സുകൾ തമ്മിൽ ബന്ധങ്ങൾ നോക്കിയിട്ട് ഗുഡ്സുകളെ പല കാറ്റഗറിയിലേക്ക് മാറ്റുന്നുണ്ട്. അതിൽപ്പെട്ട 2 കാറ്റഗറിയാണ് നോർമൽ ഗുഡ്സും ഗിഫൻ ഗുഡ്സും. നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും. ആ ഇൻഫീരിയർ ഗുഡ്സിലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഗുഡ്സ് ആണ് ഗിഫൻ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഗുഡ്സിനെ കുറിച്ച് പഠിച്ച് കണ്ടെത്തിയതാണ്. അപ്പൊ അതിന്റെ ഇൻകം ഇഫക്റ്റ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണ്, അതിന്റെ പ്രൈസ് ഇഫക്റ്റ് എങ്ങനെയാണ് അതിനെ മാറ്റം വരുത്തുക എന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. എക്കണോമിക്സിലേക്ക് ആൻസർ ചെയ്യാൻ കഴിയുമോ? 4ാമത്തെ ക്വസ്റ്റ്യൻ, ഗിഫൻ ഗുഡ്സിന്റെ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ആർക്കെങ്കിലും അറിയോ? ഇല്ല. അവിടെ നമുക്കറിയാം ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ ഇൻഫീരിയർ ഗുഡ്സിൽ പെട്ട ഗുഡ്സ് ആണ് ഗിഫൻ ഗുഡ്സ്. ഒക്കെ എല്ലാ ഗിഫൻ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സ് ആണ്, എന്നാൽ എല്ലാ ഇൻഫീരിയർ ഗുഡ്സും ഗിഫൻ ഗുഡ്സ് അല്ല. പക്ഷെ അവിടെ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആയി, അത് പോസിറ്റീവ് എഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനേക്കാൾ ഓവർ വെയിറ്റ് ആയിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ്, ഇത് മേഖല മാറി. ഇനി 5 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാക്രോ ക്വസ്റ്റ്യൻസ്. 5 മുതൽ 8 വരെ വരുന്ന ഭാഗം മാക്രോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൈക്രോ ആണ് ഒന്നും കൂടി കമ്പാരിറ്റീവ്ലി മറ്റുള്ളവർക്ക് എക്കണോമിക്സ് അറിയാത്തവർക്ക് പഠിക്കാൻ ഒന്നുകൂടി എളുപ്പമുള്ള ഒരു ഏരിയ. ഒന്ന് ഇന്ത്യൻ എക്കോണമിയും കേരള എക്കോണമിയാണ്. രണ്ടാമത്തത് പബ്ലിക് ഫിനാൻസ് പോലെയുള്ള ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് ഏരിയകൾ നോക്കാം. അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സ് നോക്കാം. മാക്രോ എക്കണോമിക്സ് കുറച്ചൊരു ഓവറായിട്ട് കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ഏരിയ. അതിൽ കുറെ ആളുകൾ അവരുടെ കോൺട്രിബ്യൂഷൻസുകൾ, ചില കോൺസെപ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ സ്പീഡാക്കി പറയാം. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക്, ഒരു കമ്പനിയുടെയോ രാജ്യത്തിന്റെയോ ഒക്കെ ക്യാപിറ്റൽ സ്റ്റോക്ക് അത് മാക്സിമത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ എപ്പോഴും എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റിക്ക് വരുന്ന കോസ്റ്റും അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റും ഈക്വൽ ആകുന്നുണ്ട്. ഇനി അതല്ല, അതിനുവേണ്ടി ചെലവഴിക്കുന്ന എമൗണ്ട് കൂടുതലും അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കുറവാണെങ്കിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ അത് അങ്ങനത്തെ ആ ഒരു തിയറിയെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ മുന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ ചോദിച്ചത്. ഇത് കുറച്ച് കോൺസെപ്റ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു ഒന്നുണ്ട്. പിന്നെ എക്കണോമിക്സിലെ മറ്റൊരു സാധനമാണ് അൺഎംപ്ലോയ്മെന്റ്. അത് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ അതിന് ശരിക്കും ആൻസർ ഉണ്ട്. നോൺ ആക്സലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇത് ശരിക്കും റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ അല്ല, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ അല്ല, റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ആ അൺഎംപ്ലോയ്മെന്റിന്റെ പ്രത്യേകത എന്താ? അത് നോൺ ആക്സലറേറ്റിംഗ് ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ അത് ബാലൻസ് ചെയ്ത് നിർത്തുക. അപ്പോൾ അവിടെ വരുന്നത് ഈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഫോർ വിച്ച് ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് 0. ഇൻഫ്ലേഷന്റെ റേറ്റിനെ 0 ആക്കി നിർത്തുന്ന സമയത്തുള്ള അൺഎംപ്ലോയ്മെന്റിന് പറയുന്ന പേരാണ് റേറ്റ് നൈറോ എന്നത്. നമുക്ക് ആ സിസ്റ്റത്തിലൂടെ തന്നെ നമുക്ക് അത് പഠിച്ചു പോകാൻ പറ്റും. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ അവരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫാക്ടുകളെ കണക്ട് ചെയ്തിട്ടാണ്. ഇതിൽ വരുന്ന ആൻസർ ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ്, പോൾ റൂമർ. ബാക്കിയൊക്കെ ശരിയാണ്. ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിൽ പെട്ട ആളാണ് ലൂക്കാസ്. അതുപോലെ തന്നെ ബാലൻസ് ബജറ്റ് കൊണ്ടുവന്ന ആള് ടി.എച്ച്. ഹവെൽറ്റ് തന്നെയാണ്. പെർമനന്റ് ഹിക്ക് ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നത് ഫ്രീഡ്മാൻ ആണ്. ഇപ്പൊ ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് ഇത് അല്ല വരുന്നത്. ഇത് എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് വരുന്നത്. പിന്നെ GNPയുടെയും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും ഇക്വലിബ്രിയം ഒക്കെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു തിയറിയാണ് ഓക്കൻസ് ലോ. ആ ഓക്കൻസ് ലോ റിലേറ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് 8ാമത്. ഞാൻ ഈ നിങ്ങളുടെ ഏരിയയിലേക്ക് ഒന്ന് സ്പീഡായി പോവുകയാണ്. ഇവിടുന്ന് 4 ക്വസ്റ്റ്യൻസ് അത് പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ മാത്തമാറ്റിക്സ് ചോദിച്ചിട്ടില്ല കേട്ടോ. അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പ്രാവശ്യം ചോദിച്ചു. മാത്തമാറ്റിക്സിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആൻസർ പറഞ്ഞ മീനും വേരിയൻസും തന്നിട്ടുണ്ട്. CV കാണാൻ പറഞ്ഞില്ല. സിമ്പിൾ അല്ലേ? ഏത് +1 ചോദിച്ചാൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. CVയുടെ ഇക്വേഷൻ എന്താ? മീൻ ബൈ
Standard deviation into 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ഇതല്ലേ? മീൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ആണോ? Standard deviation by mean. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടോ? തന്നിരിക്കുന്നത് ഒന്ന് മീനാണ്, ഒന്ന് വേരിയൻസ് ആണ്. അപ്പൊ റൂട്ട് കണ്ടാൽ മതി. റൂട്ട് 0.5 റൂട്ട് ഓഫ് വേരിയൻസ് അല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 8 into 100 എത്ര ആൻസർ വരിക? 6.25. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് സുഖമാണ്. ഇത് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റിയ കൂടുതൽ അത് എക്കണോമിക്സിന് പഠിക്കുന്നതാണ് കേട്ടോ. എക്കണോമിക്സുകാർ അവരുടെ പ്രാക്ടിക്കലായിട്ട് ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പഠിക്കുന്നുണ്ടാവും, പക്ഷെ ഇത് എന്തിനാണ് യൂസ് ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞോളന്നില്ല. വേരിയൻസ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്നൊക്കെ പറയുന്നത് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പരിചയം ആർക്കെങ്കിലും പെട്ടെന്ന് അവസാനിപ്പിക്കും, സമയം ലേറ്റ് ആവും. കേട്ടിട്ടുണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടിട്ടുണ്ട്. അത് PG എക്കണോമിക്സ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ട് അതിൽ? ഹുദ ഞാൻ MA എക്കണോമിക്സ് പഠിച്ചോണ്ടിരിക്കുക സാർ. എവിടെയാണ്? MES മമ്പാട് കോളേജ്. ഏത് സെമ്മാ? സെക്കൻഡ് സെം ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. തേർഡ് സെമ്മില് എക്കണോമെട്രിക്സ് ഉണ്ട് അല്ലേ? നിങ്ങള് ഡിഗ്രി എക്കണോമെട്രിക്സ് ഉണ്ട്. അപ്പൊ ഉണ്ട്. അപ്പൊ എന്താ ഹെട്രോസ്കഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാല്? പഠിച്ചെനിക്ക് ഓർമ്മയില്ല സാർ. അസിനാമിക്സ് ക്ലാസ് എടുക്കണ്ട? ഫിനാമിക്സ് ഞങ്ങൾക്ക് ഈ ഇയർ മുതൽ വന്നിട്ടുണ്ട്. ആസാദ് സാറാ? ആസാദ് സാർ ഒന്ന് പോയി വന്നിട്ടല്ലേ? എടുത്തിരുന്ന സാർ എടുക്കുന്ന സബ്ജക്ട് ആണ് എക്കണോമെട്രിക്സ്. എന്താണ് ഹെട്രോസ്കഡാസ്റ്റിസിറ്റി? Dependent variable is not constant. ഡിപെൻഡന്റ് വേരിയബിൾ അല്ല, എറർ ടേമിന്റെ ആണ്. എറർ ടേം വെച്ചിട്ടാണ് ഹെട്രോസ്കഡാസ്റ്റിറ്റി നോക്കട്ടാ. എന്താ എറർ ടേം? ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലെ? എസ്റ്റിമേഷനിൽ എറർ ഉണ്ടാവുമല്ലോ അല്ലെ? എറർ ടേമിന് സൂചിപ്പിക്കുന്നുണ്ട്. എറർ ടേമുകളിൽ എന്ത് ചെയ്യണം? അതിന്റെ വേരിയൻസ് കോൺസ്റ്റന്റ് ആവണം. അതാണ് ഹോമോസ്കഡാസ്റ്റിസിറ്റി. അത് വേരിയൻസ് അത് അങ്ങനെ ആയിരിക്കണമെന്നാണ്. അതല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹെട്രോസ്കഡാസ്റ്റിസിറ്റി. ആ ഹെട്രോസ്കഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമെട്രിക് പ്രോബ്ലം ആണ്. ഇനി അടുത്തേക്ക് 11 ഞങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ചെയ്താ സ്റ്റാറ്റിക്കാരും ചെയ്തരും. മീൻ മീഡിയം മോഡും തമ്മിൽ ബന്ധം പഠിച്ചിട്ടുണ്ടോ? ഒരു എംപിരിക്കൽ ഫോർമുല എന്നുകൊണ്ട് പഠിച്ചിട്ടില്ലേ? പറയാം എംപിരിക്കൽ ഫോർമുല പറഞ്ഞേ. മോഡ് ഈസ് ഈക്വൽ ടു 3 median minus 3 median minus 2 mean. ചെയ്തേ ഇത് വെച്ച് ചെയ്തേ എന്നിട്ട് മീൻ കണ്ടെത്തിയ എത്ര ആൻസർ? ഇവിടെ മോഡ് തന്നിട്ടില്ലേ? മോഡ് എത്ര? 48. എത്ര മീഡിയം തന്നിട്ടില്ല? അപ്പൊ 3m മൈനസ് 2 മീൻ 45 അപ്പൊ 90 അല്ലെ? സോ 48 പ്ലസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ. ദാറ്റ് ഈസ് 138 by 3. എത്ര വരുന്നത്? ശരിയല്ലേ? 46. ഇപ്പോ ഇവിടെ മാർക്ക് കിട്ടി. ഇനി അനോവയിൽ ഏത് ടെസ്റ്റാ ഉപയോഗിക്കാറ്? ഓ വെരി ഗുഡ്. സ്റ്റാറ്റിക്കാരെ ചാടി കളിക്കും എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിൽ നിന്ന് സ്റ്റാറ്റിൽ നിന്ന് വന്നത്. ഏറെക്കുറെ 3 എണ്ണവും ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, 1 എണ്ണം എക്കണോമെട്രിക്സ് ആണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് അടുത്തിൽ വരാന്ന് അറിയാനില്ല കേട്ടോ. ചിലപ്പോൾ അടുത്ത സിലബസ് ഉണ്ടാക്കുന്ന ആൾക്ക് തോന്നും ഇത് പ്രശ്നം എവിടെ എന്ന് വെച്ചാൽ ഒക്കേനും വേറെ സിലബസ് ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ വരിക. ഒറ്റാളാണ് സിലബസ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് ഒഴിവാക്കിയാൽ സ്റ്റാറ്റിസ്റ്റിക്സ് നഷ്ടം. ഇനിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എക്കണോമിക്സിന്റെ മറ്റു മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലാണ്. ഇത് അബ്സോർപ്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ്, രാജ്യങ്ങൾ തമ്മിൽ കച്ചവടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് എബിലിറ്റി ടു പേ എന്ന് പറയുന്നത് പബ്ലിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പബ്ലിക് ഫിനാൻസ് റിലേറ്റഡ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത് ചോദിക്കുന്നത്. ഇത് ബിഗ് പുഷ് തിയറി ഗ്രോത്ത്, രാജ്യത്ത് എങ്ങനെ വികസനം ഉണ്ടാക്കുക എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട തിയറികളാണ്. ഈ 4 എണ്ണം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോളോ ഗ്രോത്ത് മോഡലിൽ പറയുന്നത് അവിടെ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന തിയറി കറക്റ്റ് പറയുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ. പിന്നെ അബ്സോർബൻ അപ്രോച്ച് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് സിഡ്നി അലക്സാണ്ടർ ആണ്. ഇത് ഓരോന്നും ഏതൊക്കെ അപ്രോച്ച് കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ്. മാർഷൽ ലേണർ ഇൻഡെക്സും അതുപോലെ തന്നെ ഫ്രീഡ്മാന്റെ ഹൈപ്പോത്തസിസ് ഒക്കെ വേറെ തന്നെ ഉണ്ട്. പിന്നെ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ടാക്സ് ചുമത്തുമ്പോൾ ആ ടാക്സ് ചുമത്തുന്നത് ചില പ്രിൻസിപ്പിളിന്റെ ബേസ്ഡ് ആയിരിക്കണം. വെറുതെ പോയിട്ട് ചുമത്തരുത്. പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടായിരിക്കണം. ചില അതിന് ഇതുണ്ടായിരിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് വെർട്ടിക്കൽ ഇക്വിറ്റിയും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇക്വിറ്റി. അപ്പോ ഒരാള് കഴിവിനനുസരിച്ചാണ് അവരിൽ നിന്ന് ടാക്സ് ചുമത്തേണ്ടത് എന്ന് പറയുന്നതാണ് എബിലിറ്റി ടു പേ. അതിന്റെ മറ്റൊരു മേഖലയെ അത് കണക്ട് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് വെർട്ടിക്കൽ ഇക്വിറ്റി. വെർട്ടിക്കൽ ആയിട്ട് വേണം. ഹയർ ഇൻകുള്ള ആളുകളെ ഹയർ ലെവൽ മേടിക്കണം. ഇവിടെ ലോവർ ഇൻകം ആണെങ്കിൽ ലോവർ ലെവൽ, ഹയർ ഇൻകം ആണെങ്കിൽ ഹയർ ഇൻകിൽ വാങ്ങാൻ. പിന്നെ ബിഗ് പുഷ് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ വലിയ ഒരു രാജ്യം വികസിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. വെറുതെ ഇങ്ങനെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് അവിടെ കുറേ ആളുകൾക്ക് കിട്ടും. അപ്പൊ ഉണ്ടാവുന്ന വെച്ചാൽ എക്കോണമിയെ വളരാൻ കാരണം അതിനെന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ അവിടെ ഒരു വലിയ പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോൾ എക്സ്റ്റേണൽ എക്കോണമീസ് ആ സ്ഥാപനത്തിന് മാത്രമല്ല സൊസൈറ്റിക്ക് മൊത്തം ഗുണങ്ങളുണ്ടാവും. അങ്ങനെ എക്സ്റ്റേണൽ എക്കോണമീസിന്റെ ഫലമായിട്ടാണ് രാജ്യം വികസിക്കുക. അതുകൊണ്ട് ബിഗ് പുഷ് നടത്തണം, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം എന്ന് പറയുന്ന തിയറിക്കാണ് ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത്. പിന്നെ പുസ്തകം റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്.
ആ കാലഘട്ടത്തിൽ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ബുക്കാണ് ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി. രാജ്യത്തിന്റെ ഈ പൈസയെക്കുറിച്ചും ഇനീക്വാലിറ്റിയെ കുറിച്ചൊക്കെ തോമസ് പിക്കറ്റി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് എഴുതിയ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ. പിന്നെ 18ാമത്തെ 19, 20 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസിങ് അവസാനിപ്പിക്കാം. ഇത് ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അതാ ഞാൻ പറഞ്ഞത്. ഈ ഒരു 8 മാർക്കിന്റെ കേസിൽ അവർ പറഞ്ഞ സിലബസിൽ പറഞ്ഞ മാർക്കിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. 6 മാർക്ക് അതർ ഏരിയകളിൽ നിന്നും 2 മാർക്കാണ് ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. കേരള എക്കോണമിയിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ 4 മാർക്ക് മൈക്രോ എക്കണോമിക്സ്, 4 മാർക്ക് മാക്രോ എക്കണോമിക്സ്, 4 മാർക്ക് നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് പോലത്തെ സബ്ജക്റ്റുകൾ, 6 മാർക്ക് അതർ ബ്രാഞ്ച്, 2 മാർക്ക് ഇന്ത്യൻ എക്കോണമി. ഇങ്ങനെയാണ് എക്കണോമിക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. കറന്റ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെയുള്ള അക്കൗണ്ട് വരുന്നുണ്ട്. അതിൽ പറയുന്ന അതിന് കറന്റ് അക്കൗണ്ട് പറയുന്ന പേര് വിസിബിൾ ട്രേഡ് ബാലൻസ് എന്നില്ല. പോർട്ടുകളിലൂടെയൊക്കെ നടക്കുന്ന ട്രേഡുമായി റിലേറ്റഡ് ചെയ്തിരിക്കുന്ന ബാലൻസ് കാണിക്കുന്ന ഏരിയ. പിന്നെ ആ സമയത്ത് നടന്ന ബജറ്റ് ശ്രദ്ധിക്കട്ടെ. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടായ ബജറ്റ്, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 2000 ഇനി വരാൻ പോകുന്ന ബജറ്റ് ഏത് വർഷത്തേക്കുള്ള ബജറ്റാ? ഉദാഹരണം പറയും. ഇനിയിപ്പോ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നുണ്ടല്ലോ. ആരാ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് ഏത് വർഷത്തേക്കുള്ള ബജറ്റാ? 25-26 ബജറ്റ് അല്ലെ? ആ ബജറ്റിൽ നന്നായിട്ടൊന്ന് വായിക്കുക, പഠിക്കുക ഒക്കെ വായിച്ച് മനസ്സിലാക്കുക ഫാക്ടുകൾ. ആ സമയത്ത് 2022 ബജറ്റിൽ പറഞ്ഞ സമയത്ത് അന്ന് വന്ന വലിയൊരു ഒരു ഇതാണ്, ഭയങ്കര രസകരമായ ഇതാണ്. ക്രിപ്റ്റോ കറൻസി പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമോ, അതും ലീഗലാണോ അല്ലെന്ന് ചോദിച്ചാൽ മറുപടി ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ നിന്നൊക്കെ ട്രേഡ് നടത്തിയിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഇൻകം സ്ലാബ് പോലെയല്ല, ആ കിട്ടിയതിന്റെ 30% ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കണം. ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ അത് ലീഗലി അപ്രൂവ്ഡും അല്ല, ലീഗലി പ്രോഹിബിറ്റഡും അല്ല, എന്നാൽ നടക്കുന്നുണ്ട്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് 30% കോൺട്രിബ്യൂഷൻ ടാക്സ് കൊടുക്കണം. അതിന് പറയുന്ന പേരാണ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്. അത് മാത്രമൊന്നല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്ന ഗോൾഡ് പോലെയുള്ള എല്ലാ സാധനങ്ങളുടെയും കിട്ടുന്ന ഇൻകത്തിന്റെ 30% എക്സ്ട്രാ കൊടുക്കണം. ഒരാൾക്ക് 15 lakhs ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 lakhs ഉണ്ടെങ്കിൽ അവർക്ക് സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് അനുസരിച്ചാണ് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ ഈ ഇൻകത്തിന് സ്ലാബ് നോക്കാതെ തന്നെ 30% കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ഫിനാൻസ് കമ്മീഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 15ാം ഫിനാൻസ് കമ്മീഷൻ അഥവാ 2021 മുതൽ 26 വരെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും രാജ്യവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വ്യക്തമായ ക്രൈറ്റീരിയ ഉണ്ടാക്കുന്ന ആളുകളാണ് ഫിനാൻസ് കമ്മീഷനിൽ വരുന്നത്. അത് 15ാം ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പൊ 16ാം ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടുണ്ട്. 15ാം ഫിനാൻസ് കമ്മീഷനാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. 2024 16ാം ഫിനാൻസ് കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ 2016 ഇത് 16ാം ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. 15ാം ഫിനാൻസ് കമ്മീഷന്റെ ഇംപ്ലിമെന്റേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചു. NK സിംഗ് ആണ് ഫിനാൻസ് കമ്മീഷന്റെ. അപ്പൊ ഫിനാൻസ് കമ്മീഷന്റെ ആദ്യത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനും ലാസ്റ്റത്തെ ഒരു 3 ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടുകളെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും പഠിച്ചു പോവുക. കുറേ പഠിക്കേണ്ട ആവശ്യമില്ല. ചെയർമാൻ ആരാണ്, മേജർ ചേഞ്ചുകൾ ആരാണ്. ഇപ്പൊ നമ്മൾ കേരള ഗവൺമെന്റും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 15ാം ഫിനാൻസ് കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ കേരളത്തിന് കിട്ടേണ്ട കുറെ വിഹിതങ്ങൾ കുറച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഫിനാൻസ് കമ്മീഷന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ നല്ലതാണോ മോശമാണോ എന്ന് വേറെ ഡിസ്കഷൻ. ആ കാൽക്കുലേഷന്റെ ബേസിന്റെ ഫലമായിട്ട് കേരള സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായതിന്റെ ഫലമായിട്ട് ആവശ്യക്കാർക്ക് കൂടുതൽ കൊടുക്കുക. അപ്പൊ കേരള ഓൾറെഡി ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഡെവലപ്മെന്റിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ് ചർച്ച. അതുകൊണ്ട് കേരളത്തിന് കുറച്ചും ഡെവലപ്മെന്റ് കൂടുതൽ ആവശ്യമുള്ള സ്റ്റേറ്റുകൾക്ക് കൂടുതൽ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് കേരളത്തിനാണ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളം, കർണാടക പോലെയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിന് നഷ്ടം ഉണ്ടായിരുന്നു. അത് റിലേറ്റ് ചെയ്തിട്ടാണ് കേരള സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള ഒരു സുപ്രീം കോടതിയുടെ കേസ് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഭാഗങ്ങളാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകളെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മാക്രോ, മൈക്രോ, ഇന്ത്യൻ എക്കോണമി, QT, സ്റ്റാറ്റിസ്റ്റിക്കാർക്കും മാത്സുകാർക്കും ഇതേപോലെ വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന 4 മാർക്കും നിങ്ങൾക്ക് അവിടെ അടിച്ചെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട് നീ ചോദിച്ചോളൂ. ക്ലിയർ ആണോ പറയുന്നത്? കൺസെപ്റ്റ് ക്ലാരിറ്റി വരുന്നുണ്ടോ? കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവും, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അധികം ബന്ധമില്ലാത്ത മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. മൊയ്ബൊക്കെ ശരിക്ക് നേരത്തെ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ ഇനി 3rd സെമ്മിലേക്ക് കടക്കുമ്പോൾ ആ 3rd സെമ്മിലുള്ള മാത്തമാറ്റിക്കൽ എക്കണോമെട്രിക്സ് പോലെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചാൽ അതിൽ നന്നായിട്ട് ഉപകാരപ്പെടും. ഇപ്പൊ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കുന്ന QT ഒക്കെ നന്നായിട്ട് പഠിക്കുക, പ്രോബബിലിറ്റിയും. അപ്പൊ ഓക്കെ, ഡൗട്ടിനെ ചോദിച്ചോളൂ.
ഇനി സാർ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാണ്ടെങ്കിൽ സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സർ. സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ടെസ്റ്റിന്റെ പോസ്റ്റിനെ കുറിച്ചും അതിന്റെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചും കുറച്ചുകൂടി ഫോക്കസ് ആയിട്ട് എക്കണോമിക്സിന്റെ പാർട്ടിനെ വിശദമായിട്ട് സംസാരിച്ചു. അപ്പൊ ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യാൻ നേരം വൈകരുത്. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് പഠനം ഇപ്പോഴേ തുടങ്ങുക. മുന്നത്തെ പോലെയല്ല, PSC പരീക്ഷ കുറച്ച് കാലങ്ങളായിട്ട് പെട്ടെന്ന് നടക്കുന്നു. കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു എക്കണോമിക്സ് സ്റ്റാറ്റിക് ടെസ്റ്റിന്റെ ഒക്കെ 1.5 വർഷം എടുത്തിട്ടുണ്ടായിരുന്നു എക്സാമിന് വേണ്ടിയിട്ട്. എന്നാൽ അതിന് ശേഷം നമ്മൾ എക്സാമിൽ പരിഗണിക്കുമ്പോൾ ഒരു 7-8 മാസത്തിനുള്ളിൽ എല്ലാ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ജൂലൈ ടു സെപ്റ്റംബറിൽ അവർ കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് ഈ എക്സാമിന്. അപ്പോൾ വല്ലാതെ വൈകാതെ ഒരു 6-7-8 മാസത്തിനുള്ളിൽ എക്സാം എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ CTU ലേണിംഗ് സെന്റർ ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ ഇതിന്റെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് പേര് നമുക്ക് സർവീസിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് അസിസ്റ്റന്റ് ആവട്ടെ, അതേപോലെ മറ്റുള്ള സബ്ജക്റ്റുകൾ, ഇപ്പൊ ഇതിന് ശേഷം നടന്നിട്ടുള്ള റിസർച്ച് ഓഫീസർ 4th റാങ്ക് അടക്കം നമ്മളെ സ്റ്റുഡൻസിനായിരുന്നു കുറെ പേര് അതിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ HSSC സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ആ സിലബസിലെ മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന സിലബസിലെ 40% സ്റ്റുഡന്റും CTU നിന്നായിരുന്നു എന്നുള്ളതാണ്. ടോപ്പ് റാങ്കിലൊക്കെ CTU സ്റ്റുഡൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. HSSC സ്റ്റാറ്റിക്സ്, അതേപോലെ HSSC എക്കണോമിക്സിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ 100-ലധികം, ഇപ്പൊ എല്ലാം ഇവിടെ നമുക്ക് കാണിക്കാനുള്ള സമയമില്ല, 100-ലധികം ആളുകളെ ടോപ്പ് റാങ്കിൽ തന്നെ, അതും ഏറ്റവും നല്ല പോസ്റ്റുകൾ, കോളേജ് ലെക്ചർഷിപ്പ് ആവട്ടെ, ഫിസിക്സോ അല്ലെങ്കിൽ സൈക്കോളജി, അല്ലെങ്കിൽ അതുപോലെ ഹൈക്കോർട്ടിൽ നടത്തിയിട്ടുള്ള പ്രിൻസിപ്പൽ കൗൺസിൽ പോസ്റ്റുകളാവട്ടെ, അങ്ങനെ നിരവധി ഏറ്റവും ഡിഗ്രി ലെവലിൽ വരുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, നമ്മളത് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റം ഉൾക്കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും കൊടുക്കുന്നത്. അതും നമ്മൾ ഫോക്കസ് ചെയ്യണത് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി, സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയ ആളുകളെയാണ് നമ്മൾ ഓരോ ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. അതാണ് നമ്മളെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് എക്സ്പേർട്സ് ആണ്. അവര് പ്രത്യേകിച്ച് നമ്മൾ തിയറിറ്റിക്കൽ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള എക്സാമ്പിൾ എഴുതാൻ പറ്റുള്ളൂ. മുന്നത്തെ പോലെ കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കുറെ സോൾവ് ചെയ്തിട്ട് അത് കുറെ കാണാപ്പാടം പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ല. ഒരു ഏരിയനെ കുറിച്ച് ഓവറോൾ ആയിട്ട് നമുക്ക് കറക്റ്റ് ഉണ്ടാവണം, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവണം, എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കുറച്ച് ഒരു 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ 101ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഏരിയ നന്നായിട്ട് അതിന്റെ സറൗണ്ടിങ്സിലെ കാര്യങ്ങൾ പഠിച്ചിട്ട് നല്ല കൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ക്ലാസ് നമ്മൾ 20-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളൊരു പാറ്റേൺ നമ്മൾ ലൈവ് സെഷൻസ് കൊടുക്കുന്ന പുറമെ എല്ലാ ലൈവിന്റെയും റെക്കോർഡ് വീഡിയോസ് നമ്മൾ CTU ലേണിംഗ് ആപ്പ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്കഷൻ ബോക്സിൽ വന്ന സംശയങ്ങൾ ചോദിക്കാനും, അത് നിങ്ങൾ PSCന്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ ഫാക്കൽറ്റിന്റെ അടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് സീരീസ് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കോറും റാങ്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ എവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏത് ഏരിയയിലാണ്, ഏത് സബ്ജക്റ്റിലാണ്, ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വീക്ക് ആയത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലാണ് CTU കോച്ചിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് അഡ്മിഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മളിപ്പോ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീവിയസ് ബാച്ചിന്റെ സിലബസിലെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള റെക്കോർഡ് വീഡിയോസ് ഉണ്ട് ലൈവ് ബാച്ചിന്റെ തന്നെ. അത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പേസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ, ആർക്കാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുക, ആളുകൾക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ നേരത്തെ തന്നെ പഠിച്ചിട്ട് വന്ന് ലൈവ് സെഷനിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും ചോദിക്കാനും എല്ലാം പറ്റും. ഒരു റിവിഷൻ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ലൈവിൽ വരുമ്പോൾ. അപ്പൊ അതുകൂടി ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിക്കുക, നമ്മൾ വീക്ക് ഏരിയ ഇവിടെ നോക്കുക, അവിടെയൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒതന്റിക് സോഴ്സ് മാത്രം പഠിക്കുമ്പോൾ PSCക്ക് പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പല യൂട്യൂബ് ചാനലുകളിലും പലതും അവിടെ ഇവിടെ ചെതിരി കിടക്കുന്ന എടുത്തിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ത് ചെയ്യും, 2-3 മാർക്ക് നെഗറ്റീവ് മാർക്ക് അടിച്ചാൽ തന്നെ നിങ്ങൾ ഒരുപാട് റാങ്കിൽ പിന്നോട്ട് പോകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് മാർക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ ഒതന്റിക് സോഴ്സ് മാത്രം നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് ആയാലും കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഓരോ സബ്ജക്ട് എക്സ്പേർട്ടുകൾ അതായത് സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ട ബുക്സും കാര്യങ്ങളെല്ലാം സജസ്റ്റ് ചെയ്തിട്ട് തരും. അതന്നെ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, +1 +2 മുതലുള്ള ടെക്സ്റ്റ് ബുക്ക് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അത് വായിച്ചിട്ട്
നന്നായിട്ട് പഠിച്ചു പോകണം. ഒരു നല്ല വ്യക്തമായ സ്ട്രാറ്റജി നമ്മൾ മുന്നിലുണ്ടാവണം. കാർഡ് കയറി സിലബസ് ഫുള്ള് വായിച്ചു പോകാനുള്ള രീതിയിലാവരുത് എന്നുള്ള പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരാനാണ് നമ്മൾ ഉദ്ദേശം. അല്ലാതെ ഈ 4 സബ്ജക്ട് യൂണിവേഴ്സിറ്റി എക്സാമിൽ പഠിക്കുന്ന പോലെ പഠിച്ച് തീർക്കലല്ല. നമുക്ക് ആവശ്യം ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന ടോപ്പ് മാർക്ക് നേടുക എന്നുള്ളതാണ്. അതിനെന്തെല്ലാം വഴികൾ ഉണ്ടാവണം, അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പഠിക്കേണ്ടാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഒഴിവാക്കുക തന്നെ വേണം. ഓക്കെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും?